ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, പ്രജോദ് ചേട്ടാ ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ഉഷാറല്ലേ? എക്സ്ട്രാ ഉഷാറിന് വേണമെങ്കിൽ ഒരു സ്കിറ്റ് എടുക്കട്ടെ. ടീം മാസ് റെഡി ആയിപ്പോണ്ട്. മനോജ് വലഞ്ചുഴി, അജേഷ് റാന്നി, മുതുകുളങ്കാരുടെ സ്വന്തം സുമി. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? അങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടോ? ഇങ്ങനത്തെ പെണ്ണുങ്ങള്. ഞാൻ ഈ കൊച്ചിനെ അങ്കനവാടി വിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോ നമ്മുടെ സരസിച്ചയുടെ മോന്റെ കല്യാണം അല്ലായിരുന്നു ഇന്നലെ. ആ വീട്ടിലോട്ടൊന്ന് കേറി ഞാൻ ചെന്നപ്പോ പുതുമോടിയായിട്ട് പെണ്ണിരുന്ന് ചായ കുടിക്കുക. എന്നെ കണ്ട ഉടനെ ഇങ്ങനെ ഞാൻ തിരിച്ച ഇങ്ങനെ പിന്നെ ദേഷ്യം വരുത്തില്ലയോ? എന്തോ പത്രാസുകാരിയാന്നേ. അവിടെ മട്ടും പാവവും കണ്ടു കഴിഞ്ഞാൽ ഭൂലോകത്ത് അവളെ മാത്രമേ ഉള്ളൂ താലി കെട്ടി കൊണ്ടുവന്ന് നമ്മളെല്ലാം പച്ചീർക്കിലി കോർത്ത് കൊണ്ടുവന്നു തോന്നും. അങ്ങനെ ഒന്നുമില്ലല്ലേ സത്യജി പറഞ്ഞു കൊടുക്കണം. ഞാൻ അയലത്തുകാരിയാ. സൂര്യോദയം വരുന്നതിന് മുന്നേ ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലും. നുണയും കൊതിയൊക്കെ ഞാൻ പറഞ്ഞു വേണം ഇനി അറിയാൻ. അങ്ങനെ ഒരു ബഹുമാനം എനിക്ക് തരണം. അതില്ല. ചായ കുടിച്ചത് വല്ല കപ്പും സോസും എടുത്തോണ്ട് ഒറ്റ പോക്ക് എന്ന ഒരാള് വീട്ടിലോട്ട് ചെല്ലുമ്പോ ചായ വേണോ, കുടിക്കുന്നോ, അങ്ങനെ ഒരു മര്യാദ എനിക്ക് വേണ്ട. ഇവര് തന്നാലും പറഞ്ഞോണ്ട് നടക്കും. പക്ഷെ ഞാൻ സുമതി ഇന്നലെ വീട്ടിലോട്ട് വന്ന് ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുക. സുമതി ചായ വേണോ നിനക്ക്? വേണ്ടെന്ന് അവള് പറഞ്ഞു. 1000 തവണ അവള് പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞോണ്ട് നടന്നില്ല ഞാൻ കുടിച്ചെന്റെ ബാക്കി ചായ കൊടുത്തേന്ന്. ആ ശീലം എനിക്കില്ല. അതുപോലെ ഇന്ന് രാവിലെ ഞാൻ ദോശ കഴിച്ചോണ്ടിരുന്നപ്പോ സുഹാസിനി ഇങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞു, സുഹാസിനി ദോശ വേണോ? ദോശ കഴിക്ക് നീ. നാണുള്ളവരാണെങ്കിൽ വേണ്ടാന്ന് പറയും. പക്ഷെ ഒറ്റയടിക്ക് അവള് വേണമെന്ന് പറഞ്ഞു. അല്ല ഇങ്ങനെയുള്ള പെണ്ണുങ്ങളുണ്ടോ? ഇങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടോ? അയ്യോ തോട്ടറമ്പിൽ ഒളിച്ചിരിക്കും മാക്കന്ത വളയെ പാട്ടിലാക്കി കൊണ്ടുപോകും നീർക്കൊലി പാമ്പേ. തോട്ടറമ്പിൽ ഒളിച്ചിരിക്കും മാക്കന്ത വളയെ പാട്ടിലാക്കി കൊണ്ടുപോകും നീർക്കൊലി പാമ്പേ. പേക്രവും പേക്രവും മകര് കരഞ്ഞു ഷൂ ഷൂന്നു പാമ്പ് ചീറ്റി. പേക്രവും പേക്രവും മകര് കരഞ്ഞു ഷൂ ഷൂന്നു പാമ്പ് ചീറ്റി. അതേത് പാമ്പാ? ഈ പാമ്പല്ല ഭാര്യ. അടിപൊളി ഷർട്ടും മുണ്ട് ഉടുത്തിറങ്ങി അങ്ങോട്ട് പോവാ. കവല വരെ പോവാടി ശാരികേ. പോണ്ട. പോവാണെ എന്നെയും കൂടെ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നിങ്ങൾ പോകണ്ട. ഞായറാഴ്ച ആകുമ്പോ രാവിലെ കെട്ടിയിരുന്നില്ല അങ്ങ് ഒരു പോക്കുണ്ട്. ഒരു പോക്കങ്ങ് എന്നാ നീ കലണ്ടറിൽ നിന്ന് ഞായറാഴ്ച തുടച്ച് കളയടി. ഒരു കൂട്ടുകാരാണ് അവിടുത്തെ കാര്യം പറഞ്ഞിടത്ത് നിന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? എന്താ കൊണ്ടുപോയാലും എന്തോ കുഴപ്പം എന്തുവാ? ഞങ്ങളെല്ലാം അവിടെ നിന്ന് അതൊക്കെ പറഞ്ഞ സമാശം വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നല്ലേ. നീ കേട്ട് കഴിഞ്ഞാൽ നാണം കേടല്ലേ അത്? അപ്പൊ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി പോവുക. അപ്പൊ അറിയാൻ പറ്റാത്ത പിള്ളേർ റാ വരയ്ക്കുന്നോലെ ഞാൻ പോവായിരുന്നു. നമ്മൾ അമ്മാര് ബോറടിക്കൂടി. അതോ അങ്ങനെ പറയാനാ? ഞാനല്ലേ ഇപ്പൊ അനാവശ്യം പറയുന്നേ. മോൻ ഇന്ന് പോയത് തന്നെ മര്യാദക്ക് വിട്ടിരുന്നോണം. അല്ല ഇങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട്. ഇത് ഞാൻ അകത്ത് ചെന്നപ്പോഴേ നീ ഇവിടെ കിടന്ന് ശബ്ദം ഉണ്ടാക്കുന്ന കേട്ടില്ല. എന്തുവായിരുന്നു? ആരോടായിരുന്നു? ഞാൻ ശബ്ദം ഒന്നും ഉണ്ടാക്കില്ല. ഞാൻ ഇവിടെ അനങ്ങാതെ നിൽക്കുവായിരുന്നു. അനങ്ങാന്ന് ശബ്ദം ഉണ്ടാക്കാൻ നീ എന്തൊരു ട്രാൻസ്ഫോമറോ? അല്ല ഞാൻ സംസാരിച്ചു. ഞാൻ എങ്ങനെ സംസാരിക്കും? സരസ്വതിയുടെ മോൻ ഇന്നലെ കല്യാണം കഴിച്ചോണ്ട് വന്നിട്ടോ ഒരു പെണ്ണിനെ. എന്തൊരു ജാട, എന്തൊരു പത്രാസ്. വാ എന്റെ പൊന്നേ. അയ്യോ ഞാൻ ആ കാര്യം മറന്നു. ഞാൻ കല്യാണത്തിന് പോയില്ല. ഞാൻ ആ പെണ്ണിനെ ഒന്ന് കണ്ടിട്ട് പോയി. അതെന്നെ സൂക്ഷിച്ച് ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. മുഖം, കയ്യേ, കാല് ഇതുപോലൊക്കെ തന്നെ ഉള്ളു. പക്ഷെ ഇത്രയും വരത്തില്ല. അല്ല എന്നാലും ഞാൻ ആ പെണ്ണിനെ കാണുന്ന പോലെ നീനെ കാണുന്ന പോലെ എനിക്ക് ആ പെണ്ണിനെ കാണാൻ പറ്റുമോ? അതെന്താ പ്രത്യേകത? എന്തുവാ? എടി അവള് പുതുപ്പെണ്ണല്ലേ? പുതുപ്പെണ്ണ്. നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരുമ്പോ ഞാനും പുതുക്കായിരുന്നുവേ. ആന്നടി മുതുകുളങ്കാരി. സ്നേഹത്തോടാണോ അടിച്ചത് ഇപ്പൊ? അല്ലെങ്കിൽ ഇവിടെ അടിക്കില്ല. ഇന്നലെ ഇവിടെ അടിച്ചു. ഇവിടെ അടിക്കും. ഇപ്പൊ എന്താ പെണ്ണിനെ കാണാൻ അങ്ങോട്ട് പോകുന്നത്? പെണ്ണ് ഒത്തിരി സ്വർണ്ണം കിട്ടിയില്ല. ഞാൻ ഒത്തിരി സ്വർണ്ണം കിട്ടിയ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. കണ്ടിട്ട് വരാടിക്കാൻ. സ്വർണ്ണം നിങ്ങൾ കണ്ടിട്ടേ ഇല്ലേ? നിങ്ങള് ഞാൻ എങ്ങനെ കാണാനാ? ഇവിടെ കല്യാണം കഴിച്ചപ്പോ എനിക്ക് ചുറ്റി കിട്ടിയ ചെമ്പ് കമ്പി അതുപോലെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ കാലം കുരുക്കി എടുത്തോണ്ട് വന്നതാ. അല്ലാതെ എന്തൊരു തന്നോട് ഇതിന്റെ വീട്ടിൽ നിന്ന്. നിങ്ങൾ മര്യാദയോടെ സംസാരിക്കരുത് മനുഷ്യ. നിങ്ങളോട് എന്റെ ആങ്ങള ശശിച്ചേട്ടാ എത്ര തവണ ചോദിച്ചാൽ എന്തായാലും വേണോ വേണ്ടോ? അപ്പൊ ഇങ്ങനെ വേണ്ട ശ്രീധരം അതാണ് ഇതാണ് എനിക്ക് വേണ്ട ശാലിമോളെ എനിക്ക് തന്നാ മതി. കണ്ടിലുണ്ടിയാണ് വാങ്ങത്തില്ലാന്നൊക്കെ പറഞ്ഞ് നിങ്ങളല്ലേ വേണ്ടെന്ന് പറഞ്ഞത്? അതെന്റെ മര്യാദ കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തരന്റെ മര്യാദ നിന്റെ ആങ്ങളൊക്കെ നിന്റെ അച്ഛനും ഉണ്ടായിരുന്നു. തന്നില്ല നിങ്ങൾ. അല്ലെ എന്തോ ഇരിക്കുന്നത് ഇവിടെ വീട്ടില്. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വിരുന്നിരുന്നപ്പോ കിടക്കാൻ പാടില്ല. ഒരു മുറം തന്നിട്ട് പറയാം കയറി കിടക്കാനും. നേരെ പുറത്ത് ഞാൻ നേരത്തെ ഇനി ചിലര് ഇവർ അമ്മൂമ്മ കഞ്ഞി വെച്ചായിരുന്നു. എന്റെ അച്ഛൻ
പണ്ടത്തെ കാലത്ത് തന്നെ സ്വന്തമായിട്ടൊരു തിയേറ്റർ ഉള്ള മനുഷ്യനാണെന്ന് ആലോചിച്ച് വേണം നിങ്ങൾ സംസാരിക്കാൻ. അത് കറക്റ്റ് സത്യം പറഞ്ഞു. ഇവരച്ഛന് തിയേറ്റർ ഉണ്ടായിരുന്നു, ഓല തിയേറ്റർ. ഒന്നും അറിയാത്ത പാവം പിള്ളേരെ ചെറ്റയ്ക്കകത്ത് കയറ്റി വെച്ചിട്ട് സൂര്യപ്രകാശത്ത് ബൾബിനകത്ത് വെള്ളം നിറച്ചിട്ട് മുട്ടായി കടലാസിന്റെ ഡിസൈൻ മുണ്ടേ പതിപ്പിച്ച് കാണിക്കുന്നതായിരുന്നു ഇവരുടെ അച്ഛൻ്റെ തിയേറ്റർ. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്. ആവശ്യമില്ലാതെ നിങ്ങൾ ഇപ്പൊ എന്നോട് ഈ വഴക്കിടുന്നത് കവലെ പോവാത്തോണ്ടല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെന്തോടി എന്റെ ആങ്ങളെ, അയ്യോ എന്റെ ആങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 100 നാവായി, എനിക്കറിയാമോ. അതുപോലെ തന്നെ എന്റെ ആങ്ങളെ നോക്കിയത്. എന്റെ ആങ്ങളയുടെ മോൻ പ്രേമോ അത് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അടുത്ത മാസം 22-ാം തീയതി അവന്റെ കല്യാണമാ. ഈ കല്യാണം എന്ന് പറയുമ്പം ഒറ്റ ഒരു അപ്പച്ചി ഒരു അമ്മാവനുമായി കുത്തിയിരിക്കുന്നത്. എന്തേലും കൊടുക്കണം. ഇതാകുമ്പോ പിണങ്ങി മാറി അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് കൊടുക്കുകയും വേണ്ട, കല്യാണത്തിനൊട്ട് വരികയും വേണ്ട. അതല്ലയോ പ്ലാന്? മനസ്സിരുന്നുണ്ടാ മതി. ഞാൻ ഒരാഴ്ചക്ക് മുന്നേ പോകും എന്റെ കൂടെ കാണണം. നിന്റെ കൂടെ കാണുന്നുണ്ടെങ്കിൽ കോഴിക്കൊണ്ട് അവിടെ പോയി നോക്ക്. എന്റെ കൂടെ കാണണം പറഞ്ഞ നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. എന്റെ അങ്ങനെ പൊങ്ങച്ച കാണാൻ എന്നെക്കൊണ്ട് കേൾക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. എന്റെ ആങ്ങൾക്ക് പൊങ്ങച്ചൊന്നുമില്ല. ഒരു പൊങ്ങച്ചില്ല. ഇല്ല ഇല്ല. ഇവരങ്ങളുടെ മോൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയിട്ട് വന്നപ്പോൾ ബദാം പരിപ്പ് കൊണ്ടുവന്നു. മാന്യമായ മനുഷ്യരാണ് പെരക്കാത്തിരുന്ന് തിന്നും. ഇവരത് നൂലെ കോർത്ത് മാലയാക്കിയിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പറിച്ച് തന്നോട്ട് നടക്കുമായിരുന്നു. അത് പിന്നെ അവന്റെ കൊതി കൊണ്ടാന്ന് പറയാം. ഇത്രയും പലപ്പോൾ ഉരുളക്കുപ്പിക്കകത്ത് സ്പ്രേ കുപ്പി കൊണ്ട് കൊടുത്തു. ഇത് നാട് നിങ്ങൾ നടന്ന് ചീറ്റുമായി പുള്ളി. നാട്ടുകാരെ കാണിക്കുക. കശമ്പൊക്കെ മോങ്ങോട്ടോ കശമ്പൊക്കെ മോങ്ങോട്ടോ കശമ്പൊക്കെ മോങ്ങോട്ടോ അങ്ങനെ ഷൂ മണം അടിച്ചിട്ട് ചെയ്യുന്ന നടക്കുക. കവലക്കിടന്നൊരു പാവം പട്ടിക്ക് പോലും ഞാൻ സ്പ്രേ അടിച്ചു തരാമെന്നുണ്ട്. ആ പട്ടിയുടെ വായിക്കത്ത് വരെ സ്പ്രേ അടിച്ചു. പട്ടി വെച്ചപ്പോൾ പേപ്പട്ടി എന്ന് പറഞ്ഞു നാട്ടുകാർ ആ പട്ടി അടിച്ചപ്പോൾ ഇയാൾ ഓടിച്ചെന്ന് പറയാം അത് പേപ്പട്ടിയല്ല സ്പ്രേ പട്ടിയാണ്. അതങ്ങ് പോട്ടെ. ആ സ്പ്രേ കുപ്പി വീടിന്റെ ഫ്രണ്ട് കെട്ടി തൂക്കിയിട്ട് എന്റെ മോൻ ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് സ്പ്രേ കുപ്പിയായി വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് എഴുതിയിട്ടു. ഇവിടെ ആങ്ങളാ അതൊക്കെ അഴിച്ചു മാറ്റിയായിരുന്നു. ഇപ്പൊ അതങ്ങനെ കിടപ്പില്ല, അഴിച്ചു മാറ്റിയായിരുന്നു. അത് അഴിച്ചു മാറ്റുന്നതല്ല. അന്ന് നിന്റെ അപ്പൂപ്പൻ രാത്രി മുറ്റത്തും പെടുക്കാൻ ഇറങ്ങിയപ്പോൾ അങ്ങനെ നെറ്റിക്ക് വന്ന ഒരൊറ്റ ഇടിയായിരുന്നു ആ സ്പ്രേ കുപ്പി. ഇത്രയും നീളത്തിലൊരു മുഴ. ആ മുഴയപ്പോൾ ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ പറ്റിയെന്ന്. നെറ്റിക്ക് സ്പ്രേ അടിച്ചാന്ന്. ഡോക്ടർ നെറ്റിക്ക് സ്പ്രേ അടിച്ചിട്ട് ഇത്ര വലിയ മുഴ വരും, ഇറങ്ങി പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ബസ്സിൽ കയറിയപ്പോൾ കണ്ടക്ടർ പറഞ്ഞു 2 പേർക്കുള്ള ടിക്കറ്റ് എടുക്കണമെന്ന്. ഇവർ അപ്പം പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ചെന്ന്. ബട്ട് ആ കണ്ടക്ടർ പറയാ 2 തലയുണ്ടല്ലോ, അപ്പോൾ 2 ടിക്കറ്റ് വേണം. അങ്ങനെ നഷ്ടമുണ്ടാക്കി കൊടുത്തില്ലേ നിന്റെ ആങ്ങള ശശിയാങ്ങള അത് പോയി. ഞാൻ പറഞ്ഞ എന്റെ ആങ്ങളെ കളിയാക്കരുതെന്ന്. എനിക്ക് സഹിക്കത്തില്ല. ഞാൻ ജനിച്ച വീണപ്പോ തൊട്ട് കാണുന്നതാ എന്റെ ആങ്ങളെ. നിന്റെ ആങ്ങളെ മേളിൽ ഇരിക്കാൻ ജനിച്ച് വീണപ്പോ കാണാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും എന്റെ കൂടെ നിഴല് പോലെ വരും എന്റെ ആങ്ങളെ. അതിനെ സംരക്ഷിക്കാനൊന്നല്ല, നിന്നോടുള്ള സംശയം കാരണം നീ അങ്ങോട്ടും ബോധം അറിയാൻ പറ്റി നോക്കാൻ വന്നതാ. അല്ല അത് സംരക്ഷിക്കാൻ തന്നെ സെക്യൂരിറ്റിക്ക് എന്റെ കൂടെ വരുന്നത്. സംരക്ഷിക്കാൻ തന്നെ നിന്റെ ആങ്ങളെ നിന്റെ കൂടെ നടന്നിട്ടെ. ഇങ്ങനെ ഞാൻ കാണിച്ചപ്പോ നീ എന്റെ കൂടെ വന്നല്ലോ. അപ്പൊ നിന്റെ ആങ്ങളെയാണോ ഞാനാണോ മിടുക്കൻ? നിന്റെ ആങ്ങളെയാണോ ഞാനാണോ മിടുക്കൻ? എന്റെ ആങ്ങള അതെങ്ങനെ 10 പൈസയുടെ ചെലവില്ലാതെ എന്നെ നിങ്ങളുടെ കൂടെ ഇറക്കി വിട്ടില്ലേ? ചോദിക്കട്ടായിരുന്നു നിന്റെ ആങ്ങളെ കടം കയറ്റി മുടിപ്പിച്ചാൽ മതിയാ. ഞാൻ പറഞ്ഞു എന്റെ ആങ്ങളെ പറ്റി പറയുന്നു പറഞ്ഞു. എന്റെ ആങ്ങളെ എന്തേലും പറഞ്ഞു എനിക്ക് സഹിക്കത്തില്ല. ഞാൻ പറഞ്ഞേ എന്താ നിന്റെ ആങ്ങളെ പറഞ്ഞു നീ എന്നെ കൊല്ലുപടി. നിന്റെ ആങ്ങളെയാന്ന് എന്നെയാണെന്ന് നിനക്ക് സ്നേഹം. കൺഫ്യൂഷൻ കേട്ടോ. എന്തായാലും കൺഫ്യൂഷൻ. എനിക്ക് എന്റെ ആങ്ങളെ തന്നെ ഇഷ്ടം. പോകും എന്റെ ആങ്ങളെ തന്നെ ഇഷ്ടം. എവിടെ തട്ടി വേണമെങ്കിൽ കിടത്താൽ മതിയാ. റബോന്ന് വിളിക്കുന്നു. ഹലോ. ആ നാത്തൂനായിരുന്നു. എന്താ നാത്തൂനെ? ഞങ്ങളിവിടെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ആഹാ കോഴിക്കോട് പോയോ കല്യാണം വിളിക്കാന്? ആങ്ങളെ എന്റെ ആങ്ങളേട്ടന്ന് കൊടുത്തു. ആ കാര്യം പറയട്ടെ. ഞാൻ കുഞ്ഞിപ്പങ്ങളാന്ന് പറ. അയ്യോ അതെന്താ പറ്റി? ആശുപത്രി പോയില്ലയോ? പക്ഷെ എന്തൊരു നോക്കട്ടെ. ഞാൻ ആ ചെറുക്കനെ വിളിച്ചോണ്ട് അംഗനവാടി ചെന്ന് ചെറുക്കനെ വിളിച്ചോണ്ട് അങ്ങോട്ട് വരാൻ നോക്കാം. ചേട്ടാ ആങ്ങളക്ക് മൂക്കടപ്പൊന്ന്. ഞങ്ങളുടെ മൂക്കിനകത്ത് അച്ചാർ മൂക്കടപ്പും ചുമയൊക്കെ ഞാനൊന്ന് പോട്ടെ, നല്ല ആശ്വാസം കിട്ടും. മൂക്കടപ്പം ചുമടുത്ത് പോകാൻ വേണ്ടി നീ പാരസെറ്റമോളോ? അതല്ലെന്ന് എന്നെ കാണുമ്പോ ഒരു ആശ്വാസം കിട്ടും. ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. ഞാൻ അങ്ങനെ പോകണ്ട. കുഞ്ഞിനെ അംഗൻവാടി പോയി വിളിക്കാൻ പോകണം. നീ പോകുന്നില്ല. നീ ഇവിടെ തന്നെ ഇരിക്കും. നീ പോകുന്നില്ല. മൂക്കടപ്പ് ഇന്നാലും ഞാൻ പനി പിടിച്ച് ഇവിടെ തുള്ളി പറിച്ച് കിടത്തി ഇവള് പറയാം ഞാൻ പനി അഭിനയിക്ക് പോകുന്നു. അത് ഇവിടെ തുള്ളിക്കൊട്ടിക്കാതെ മര്യാദയ്ക്ക് പഠിക്ക് പോകാൻ പറഞ്ഞ ആങ്ങളേക്ക് മൂക്കി ചീറ്റിപ്പോ പോകുന്നവള്. ഞാൻ പോകും. ചെറുക്കനെ വിളിച്ചോണ്ടെന്ന് ഞാൻ പോകും. പിന്നെ നിങ്ങളുടെ സമ്മതം ചോദിക്കുന്ന ആരാ? ഞാൻ പറയുമ്പോ നീ കേൾക്കണം. അല്ല പിന്നെ നീ പറയണ്ട ഞാൻ കേൾക്കേണ്ടി വരും. പത്രം ഇടയ്ക്ക് വന്നേരത് വായിച്ചേക്കാം. എന്റെ ദൈവമേ ഇവളെയൊക്കെ ആ കുന്തൊക്കെ ബുക്കിന്റെ രീതി നടക്കും. കുഞ്ഞു കളിക്കല്ലേ സൂക്ഷിച്ചു വേണം കേട്ടോ. കടവരിക തറലടിക്കോടി കേട്ടോ. നിനക്ക് എന്നെ അറിയാൻ വയ്യ കേട്ടോ. എടി പാലമുട്ടിൽ നാരായണനെ അളക്കാനുള്ള അളവ് കോലൊന്നും നിന്റെ കയ്യിലില്ല കേട്ടോ. കുഞ്ഞുകളി എടുക്കരുത്. എടി 40 കൊല്ലമായിട്ടോടി എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഈ നാട്ടുകാരോട് പറഞ്ഞു എന്നെക്കാട്ടി 4 വയസ്സ് മൂട്ടാന്ന് നീ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴും അതുകൊണ്ടാണ് ഞാൻ പിടിച്ച കലവരിയ തറലടിക്കും കേട്ടോ. നിന്നെ ചേച്ചിന്ന് വിളിക്കുന്നുണ്ടോ ഞാൻ നിന്നെ ഒന്ന് ചെയ്യാത്തെന്ന് ഓർത്തോണം കേട്ടോ. ആരുടെ കിടന്ന് വായും മുകളും വെക്കുന്നത്? എടാ എന്റെ പെണ്ണുമുള്ള ദാക്ഷായണി. ആ രാവിലെ കിടക്കപ്പായം നേരിട്ട് മുമ്പോട്ട് തുടങ്ങിയതാവളും.
അപ്പോൾ ഞാൻ കലവരിയാൻ തറയിലടിക്കും ഞാൻ കേട്ടോ. അങ്ങനെങ്കിൽ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോ ഇവിടെ കിടന്ന് വാദിക്കുന്നതിനാ? അടുത്ത് നിന്ന് അവള് കേക്കും. അപ്പൊ പേടി കിട്ട് ഭാര്യ പേടി കണ്ടല്ല, കഞ്ഞി കയറി കയറി അതാ. എന്താ വിഷയം? രാവിലെ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ? ഒന്നും പറയണ്ട മക്കളെ. രാവിലെ കുളിച്ച് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ ഈ അരക്ക് താപ്പോട്ട് ഭയങ്കര വേദനയും ഒരു മരവിപ്പും പോലൊക്കെ രാവിലെ. അത് പ്രായമാവുന്നതിന്റെയാ? അല്ലല്ല, ഇതേ പ്രായം തന്നെ ഇതിന് മേപ്പോട്ട്. അതല്ലല്ലോ, ഈ പ്രായമായ വരുമല്ലേ, അപ്പൊ അതിന്റെ എന്തോ ഒരു അസ്കി തേക്കാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുറച്ച് മാറും അത്. ഞാൻ പറഞ്ഞില്ലേ, അതെ ഈ ചുമ്മാ കിടന്ന് തുള്ളി ചാടി. വീഴാതെ പിടിച്ചോണേ, വീഴാതെ പിടിച്ചോണേ, പിടിച്ചോണേ 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 പിടിച്ചോണേ. എടാ വീഡിയോ പിടിച്ചോളെ എന്നല്ല പറഞ്ഞത്, വീഴാതെ പിടിച്ചോളെ എന്നാ പറഞ്ഞത്. അയ്യോ എന്റെ കൊച്ചുമോനെ സനല് വന്നിട്ടുണ്ട്, അറിഞ്ഞായിരുന്നോ നീ? ഞാൻ കണ്ടായിരുന്നു സ്കൂട്ടറെ പോന്നെ. അവന് അവന്റെ കുഞ്ഞിനെ കാണാൻ വന്നില്ലയോ? അയ്യോ തക്കുടുമോനെ, 1.5 വയസ്സ് ആദ്യമായിട്ട് കാണാൻ വരുമല്ലേടാ. എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന അവന്? എനിക്കൊന്നും തന്നില്ല. അവന്റെ ചെറുക്കന് ഒത്തിരി കുഞ്ഞുടുപ്പും ഒത്തിരി കുഞ്ഞു നിക്കറും അടിപൊളി നിക്കറൊക്കെ ഉണ്ടോ, ചുവപ്പിനകത്ത് വെള്ളപ്പുള്ളിയൊക്കെ ഉള്ള കിടക്ക് നിക്കറൊക്കെ ഉണ്ട്. കൊണ്ടുവന്ന് എനിക്കൊന്നും തന്നില്ല അവൻ. പണ്ടും അങ്ങനെ തരത്തില്ല. കൊച്ചില്ലടാ, ചാരി ഇല്ലടാ. ഞാൻ ചാരി ഇരിക്കും. നീ ചാരി ഇരുന്നോ നല്ല ചോദിച്ചത്. ആ ചാരി കൊച്ചു ഇവിടെ ഇല്ലയോടാ ചോദിച്ചത്. ഇവിടെ ഉണ്ട്, ഇവിടെ ആങ്ങളയില്ല മറ്റേ ശശി. ശശിയെ പൊക്കി വെച്ചോ നടക്ക ഭയങ്കര ഇതില്ലേ മോന്റെ കല്യാണം. മോന്റെ കല്യാണമല്ലേ പ്രമോദ് വന്ന. പ്രമോദോട് വിളിക്കാൻ വന്നായിരുന്നല്ലോ. വന്നായിരുന്നു. കേട്ടോ വരുന്നില്ല മോളെ. ഞാൻ എന്റെ രാവിലെ മുതലേ ഈ താഴോട്ട് ഒരു ഭയങ്കര മരവിപ്പ്, ഒരു പെരുപ്പ്, ഒരു കുളിരും, ഒരു സംഭവമൊക്കെ. സനലിനെ ഞാൻ രാവിലെ കണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പൂപ്പ, സനലിനെ കൊച്ചിന് മനസ്സിലായിരുന്നോ? നീ എന്തൊരു ചോദ്യമാ ചോദിക്കുന്നത്? അല്ല തക്കുടൂന്. ശരി, അവൻ ഗൾഫിലായിരുന്നെങ്കിലേ എന്നും ആ തള്ളക്കൊച്ച് വീഡിയോ കോൾ വിളിച്ച് ഈ കുഞ്ഞിനെ കാണിക്കുമായിരുന്നു. അവന് സ്നഗ്ഗിക്കകത്ത് തൂറ്റാൻ മാത്രമല്ല മൊബൈലിനകത്ത് ചാറ്റാനും അറിയാം. സനലിന്റെ കയ്യിൽ നിന്ന് മാറത്തില്ലായിരിക്കും. സനലിനെ ഒക്കെ ആണ് ഇഷ്ടം. പക്ഷെ എന്നെ കണ്ട വല്യപ്പൂപ്പനെ കണ്ടാലേ പറഞ്ഞു വരുവാടാ. കാണിക്കുന്ന പിള്ളേർ ടിക്കറ്റ് എടുക്കണ്ടല്ലോ. ഇവനെന്നെ അപ്പൂപ്പ അപ്പൂപ്പാന്ന് വിളിച്ചോണ്ട് വരുമല്ലോ. ഞാനൊന്ന് പോയി തക്കുടനെ ഒന്ന് കണ്ടിട്ട് ഞാൻ ഒന്ന് എടുത്തില്ല. ഉറങ്ങി കുളിപ്പിച്ച് ഉറങ്ങി. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇവനെ കുളിപ്പിക്കാനായിട്ടേ പാളൻ ഇങ്ങനെ കിടത്തിയേക്കുവാണേ. ഞാൻ അവനെ ഇങ്ങനെ അങ്ങോട്ട് കോരിയെടുത്ത് തക്കുടുവാവേ അപ്പൂപ്പോട് പുന്നാരുവാവേ എന്ന് പറയവേ ഈ ചെറുക്ക എന്റെ തിരുന്തറ്റിക്ക് മൂത്രം ഒഴിച്ചടാ. ഞാൻ ആ കൈ വിട്ടിട്ട് ആ മൂത്രത്തെ കുത്തി ഇവനെ കൂടി കടന്ന് ഭയങ്കര കടിയായിരുന്നു. ഇവനെന്തോ കയ്യടിയും ബഹളമായിരുന്നു. മൂത്രം തീർന്ന അവസാനം തിരുനെറ്റിക്ക് വന്നെടുത്ത് ഇവിടെ കൊണ്ട് കിടത്തി കുളിപ്പിച്ച് ഉറക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. എന്തായാലും ഭാഗ്യം ചെയ്തവനാ അപ്പൂപ്പൻ. ഈ പിള്ളേർ മൂത്രം ഒഴിക്കണമെങ്കിൽ നല്ല ഇഷ്ടമുള്ളവരായതുകൊണ്ടാണ് പിള്ളേർ മൂത്രം ഒഴിക്കുന്നത്. മാത്രമല്ല വെച്ചേ ഉണ്ണിമൂത്രം പുണ്യാഹം എന്നാണല്ലോ ചൊല്ലം. വടക്കത്തെ ഉണ്ണി ഞാൻ കൂടെ കഴിഞ്ഞ അമ്പലത്തിൽ ഉത്സവത്തിന് പോയി. അവിടെ ഇരുന്ന് താഴ്ന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു. അവനവിടെ അങ്ങാരെ ദേഹത്ത് പെടുത്തെന്ന് പറഞ്ഞിട്ട് ആ ഉണ്ണി അങ്ങാരെ എടുത്തിട്ട് എന്തോ അടി അടിച്ചെന്നറിയാവോ? അത് വല്യുണ്ണി, ഇത് കൊച്ചുണ്ണി. അപ്പൊ അടി കിട്ടും. മോളെ നീ ഇച്ചിരി ഉപ്പുനീരിനകത്ത് കഞ്ഞിവെള്ളം ഒഴിച്ചോണ്ട് തടി അപ്പൂപ്പൻ. കഞ്ഞിവെള്ളത്തിനകത്ത് ഉപ്പൊഴിച്ചോണ്ട് തരാനല്ലേ പറഞ്ഞേ? എടാ അത് എല്ലായിടത്തും ചെയ്യുന്നതും. നിന്റെ പെണ്ണുമ്പിള്ളെ അതിന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവള് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് മാത്രമേ അറിയത്തുള്ളായിരിക്കും. സംബന്ധം എന്നറിയോ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇവിടെ വന്നു. ഇവൾ എനിക്ക് ഇച്ചിരി ചോറ് തിന്നാൻ തന്നു. ഇച്ചിരി മഞ്ഞ കളറൊക്കെ ഉള്ള ചോറ്, നല്ല ടേസ്റ്റാ. തിന്ന് പ്ലേറ്റിന്റെ അടിയിൽ ചെന്നപ്പോ അതിനകത്തൊരു മുട്ട ഇരിക്കുന്നു. ആ മുട്ട ഇവള് മണ്ടയ്ക്ക് വെച്ചല്ലേ തരേണ്ടത്. അത് ബിരിയാണി ആയിരുന്നു. ബിരിയാണി ആയിരുന്നു അതാ മുട്ട അകത്തിരുന്നത്. ഇത് നമുക്ക് ഈ ബിരിയാണിയൊക്കെ അറിയാമായിരുന്നു. ഞാനാന്നേ പണ്ട് ഇപ്പോഴും അതല്ല അതല്ലെന്ന്. ഞാൻ ഈ പണ്ട് കാലത്ത് ഈ കിഴങ്ങും കാച്ചിലും ഒക്കെ പുഴുങ്ങി തിന്നുന്ന ആളല്ലയോ കപ്പയൊക്കെ. പിന്നെ പണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാണോ പൈസക്കൊക്കെ എന്തോ പാടോ. ഈ കപ്പയ്ക്കും കിഴങ്ങിനും ഒക്കെ എന്തോ പിടിച്ചു വലിയാന്നറിയാമോ? ആരുമായിട്ട്? ഞാനും വിലയും കൂടെ കപ്പത്തോട്ടത്തിൽ കിടന്നു ഭയങ്കര പിടിച്ചു വലിയായിരുന്നു. പിന്നെ അന്നത്തെ ആ വിശപ്പിന്റെ പാടൊക്കെ ഇപ്പോഴും എന്റെ ദേഹത്തുണ്ടാ. എന്നാലും എത് കടിച്ചു പറിച്ചാന്ന് പറയത്തില്ല. വിശപ്പിന്റെ പാടും കൂടെ ഇറങ്ങിയേക്കുന്നു. അയ്യോ ബിജു വിളിക്കുന്നല്ലോ. ബിജു വിളിക്കുന്നത് ബിജുവിനോട് ചോദിക്കടാ, എന്നോട് ബിജുവേ എന്താടാ? എപ്പോ? അയ്യോ ആശുപത്രിയോട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നും മിണ്ടത്തില്ലെന്നോ? അയ്യോ അളിയനോട് ചോദിക്കടാ. ശ്വാസം മുട്ടല്ലോ. എടാ എന്തെങ്കിലും കഴിച്ചോ ചോദിക്കടാ. ചെറുക്കൻ കൽപ്പിന്നുണ്ടെന്നോ ചോക്ലേറ്റ് എടുത്ത് ബിരിയും കാണോ? അതാ ശ്വാസം മുട്ടുന്നത്. നിങ്ങൾ ചോദിച്ചിട്ട് എന്താ പറഞ്ഞത്? കണ്ണടച്ച് കാണിക്കുന്നോ? അത് നിങ്ങൾക്ക് തരാതിരിക്കാൻ വേണ്ടിയാടാ. അങ്ങനെ മടി കാണും. നോക്ക് മെഡിക്കൽ കോളേജോട്ട് കൊണ്ടുവന്നു. സീരിയസ് ആണോടാ? അയ്യോ അപ്പോ എന്തുവാടാ? ശശികലനെ രാവിലെ ടൗണിലോട്ട് ഇറങ്ങിയപ്പോഴേ
ശ്വാസം മുട്ടല് കാരണം ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി വന്നു. ഞാൻ പോണം, ബ്ലഡ് വല്ലതും വേണ്ടി വരുമോ? ഇവിടെ നാട്ടിൽ എവിടെ എടുക്കാൻ ബ്ലഡ് എടുക്കാൻ വേണ്ടി തളർന്നു പറിച്ചിരിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞോട്ടെ. ഇവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവള് ചാവും. അണിയിലത്ത് കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. എന്നാലും കൊച്ചിനോട് പറയാതിരിക്കാൻ പറ്റൂടോ, ഒരു ആങ്ങളല്ലേടാ. അപ്പൊ പറയല്ലേ. എന്നാ അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇവൻ ഇങ്ങനെ ശ്വാസം മുട്ടലിന്റെ അസ്കിത വല്ലതും ഉണ്ടോ? ഇല്ല എന്നാലും എന്റെ വണ്ടി പഞ്ചറായപ്പോ ആ പുള്ളിയാണ് ഊതി വീർപ്പിച്ച് തന്നത്. ശ്വാസം മുട്ടല് വെള്ളം കുടിച്ചാട്ടോ. ഓ എനിക്ക് വയ്യ. ഞാൻ അടുക്കളയിലോട്ട് കയറി പോകുമ്പോൾ ഉണ്ടല്ലോ എന്റെ ഈ ഇടം കണ്ണങ്ങ് തുടിക്കുവോ കേട്ടോ. അതങ്ങനെ മരണം കേൾക്കാനായിട്ട് അങ്ങനുണ്ടോ? ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹമാണ്. എന്തുവാ കിട്ടുമോ എനിക്ക് കുറച്ച് പൈസ? കൈ ചൊറിയുന്നു, വലത്തെ കൈ ചൊറിയുന്നു. കിട്ടും പിരിവ് കിട്ടും. എന്താ പിരിവ്? അല്ല ഉത്സവ പിരിവ്, ഓണത്തിന് പിരിവ്. ഞാനകത്തിടുന്നപ്പോ മാമി വിളിച്ചു കേട്ടു. കൊല്ലത്തെ സംഭവം ഞാനകത്തിടുന്നോ ചിരിയായിരുന്നറിയോ. മാമിയോട് ഞാൻ പറയും എനിക്കങ്ങ് വയ്യ. എനിക്ക് എന്റെ ചങ്കുപൊട്ടുന്ന പോലുള്ള ചിരി അന്ന് ചിരിച്ചെന്റെ ബാക്കി ചിരി ഇന്ന് ചിരിക്കല്ലേ, കരയും. അങ്ങനെയുണ്ടോ? എന്താ സംഭവം എന്നറിയാമോ? ഇതുപോലെ വലത്തെ കൈ ചൊറിഞ്ഞപ്പോ മാമിനോട് മാമി ചോദിച്ചേ പൈസ കിട്ടുമെന്ന്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇന്നാ ഞാൻ തരാടിന്ന് പറഞ്ഞിട്ട് പൈസ ഓ ഇവളെ സൗണ്ട് കേൾപ്പിക്കും. എനിക്ക് വയ്യ. വെള്ളം കുടി. പറഞ്ഞില്ലേനോ അഞ്ഞിക്കട്ടി വിഷയം. അത്ര സീരിയസ് ഒന്നും അല്ല. സീരിയസും കാര്യങ്ങളൊന്നും അല്ല. സീരിയസ് ഭയങ്കര അയ്യോ ശശിയുടെ പടം പത്രത്തിൽ വന്നു. രാവിലെ വന്ന പത്രോ ഇപ്പഴല്ലേ മറ്റേ വാർത്ത എന്റെ ദൈവമേ ചേട്ടാ, ഇത് കണ്ടോ? കല്യാണ തലേന്ന് നവവധുവിന്റെ അപ്പൂപ്പൻ തേങ്ങാക്കൊത്ത് വിഴുങ്ങി ആശുപത്രിയിൽ. അതോ അങ്ങനെയൊക്കെ വല്ലാത്ത അവസ്ഥയായിരിക്കുമല്ലോ എല്ലാ. ചിലർക്ക് ശ്വാസം മുട്ടിച്ചാവും. ശശിയുടെ കാര്യം ശ്വാസം മുട്ടി പറയണ്ടേ അവളോട്? എന്താ പറഞ്ഞേ? അത് പറയലെന്നാ പറഞ്ഞത്. എന്താ പറയുന്നത്? കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നുണ്ടല്ലോ. എന്തുവാന്ന് ഞാൻ പറയാം. നീ സമാധാനമായിട്ട് കേൾക്കണം. ശശികളിനെ എന്തുവാ കൊറേ നേരം കൊണ്ട് നിങ്ങൾ ചുമ്മാ ടെൻഷൻ അടുപ്പിക്കാതെ എന്തുവാന്ന്? ശശികളിനെ ടൗണിലോട്ട് അങ്ങോട്ട് പോയപ്പോഴേ ചെറിയൊരു ശ്വാസം മുട്ടല് ബിജു എല്ലാവരും കൂടി മെഡിക്കൽ കോളേജിൽ കൊണ്ട് ഞാൻ കുറച്ചേരം ഒറ്റയ്ക്ക് കളി. കൊച്ചിനെ കൊണ്ട് കാണിക്കാം. അങ്ങനവാടി പോയി ചെറുക്കനെ വിളിക്കട്ടെ, ഞാൻ പോയി ഒരുങ്ങട്ടെ. അങ്ങനെ വല്ല കുതിരെ വിളിക്കട്ടെ, കുഴപ്പമില്ല. ബിജു പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറയും. എനിക്ക് പോകണം. ഞാൻ പോയതിനൂടാ. ഇവള് കരഞ്ഞ് മെഡിക്കൽ കോളേജ് വരെ നാട്ടുകാരുടെ മൊത്തം ഞാൻ പറയേണ്ടി വരും. ഇവിടെ ആങ്ങളൊക്കെ ശ്വാസപ്പെട്ടില്ല. ഇവള് കരഞ്ഞ് കൂടെ വന്നു കഴിഞ്ഞാൽ ബിജു വിളിക്കുന്നു. അവന് വേറെ പണിയില്ലോ അവന്. എന്തുവാടാ ഡോക്ടറെ കണ്ടോ? കുറച്ച് കീറി കളഞ്ഞോ? അത്ര ഉള്ളായിരുന്നോ? കൊണ്ടുവന്നോ? എനിക്ക് ഒരും കണ്ട എനിക്ക് ഇതുപോലെ അങ്ങ് പോയാ മതി. പോകുന്ന വഴി ചെറുക്കനെ വിളിക്കാം. ടീച്ചറിനോട് പറഞ്ഞു ഒന്നുമില്ല പേടിക്കാനൊന്നുമില്ല. അളിയനെ തിരിച്ചു കൊണ്ടുവരിക. എനിക്ക് അറിഞ്ഞൂടെ ഒരു അപ്പച്ചിയായി ഞാൻ ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചു. എനിക്ക് നടക്കുന്നില്ല. നീ എന്തിനാണ് ഇതിൽ കിടന്ന് പോകുന്നത്? എടി അളിയനൊരു കുഴപ്പമില്ല. അവിടെ ചെന്ന് ഡോക്ടർ കത്രയ്ക്ക് ഒരു കീറ് കൊടുത്ത് കീറി കുറഞ്ഞ ഓപ്പറേഷൻ പ്രശ്നമൊന്നും അല്ല. നിന്റെ പൊങ്ങച്ചക്കാരനില്ലയോ ശശികളിയൻ? അങ്ങാര് പൊങ്ങച്ചം കാണിച്ചതിന്റെ പേര് അബദ്ധം പറ്റിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ശ്വാസം മുട്ടി. എന്താ അബദ്ധം? എടി നിന്റെ ആങ്ങളുടെ മോൻ ഗൾഫിൽ നിന്ന് വന്നില്ലയോ? നമ്മുടെ അംഗൻവാടി പഠിക്കുന്ന കുഞ്ഞിന് വേണ്ടി ഒരു ചെറിയ ടീഷർട്ട് കൊണ്ടുവന്നായിരുന്നു. അത് കേറ്റിട്ട് കഴുത്തിറങ്ങി ശ്വാസം മുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയത്. അത് വലിച്ചു കയറി ഡോക്ടർ കളഞ്ഞപ്പോ അവര് ശ്വാസം മുട്ടലും അങ്ങ് മാറിയാണ്. ഇവനല്ലേ ഈ കൊച്ചു കുഞ്ഞിനെ ഇതൊക്കെ എടുത്തിടാം. ഇവൻ എന്തോ ഒരു ഗ്രഹപ്പഴം പിടിച്ചോ. പൊങ്ങച്ചോ എന്തുവാ
കാണിക്കത് എന്താ വീട്ടിലൊന്നും കൊണ്ടുവിടും മോനെ വയ്യടാ വയ്യ. ഭയങ്കര നീര് ഇനി ഇത് പൊക്കി പിടിച്ചോണ്ട് മെഡിക്കൽ കോളേജ് കൊണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല ഒന്ന് കഴിഞ്ഞത് ഭയങ്കര നീര് പിടിച്ചു നീര് തുടർന്നുണ്ട് നീര കൂട്ടി മുട്ടുവാ ഇത് വന്നപ്പോ കുഴപ്പമില്ല, കാർത്തിനിച്ചയെ വിളിച്ചാലോ? വേണ്ട ഞാൻ മസിൽ കണ്ടിട്ട് ഞാൻ ജിമ്മിന് പോയെന്നും പറഞ്ഞ അവൾ വഴക്ക് പറയും. നീരട്ടോ ഭയങ്കര നീരാ. അത് ഞാനൊന്ന് തിരുമ്പി തന്നാലോ? അല്ല അപ്പുറത്തോട്ട് ഞാൻ തിരുമ്പി നീ വെച്ചാൽ കുഴപ്പം തിരുമ്പി എന്തൊരു കഷ്ടമാന്ന് പറയാ. ഇനി അവര് പറയും നമ്മൾ ഇവിടെ വന്നിട്ട് ചായ കൊടുത്തേ. ഓ പിടിച്ചോ അയ്യോ 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 പടിയോ മുണ്ട് മാറ്റി ഒച്ച മരുന്ന് ഞാൻ നോക്കട്ടെ. ഇങ്ങനെ മതിയോ? അത് മുണ്ടിൽ പൊക്കിക്ക് ആ താഴോട്ട് അടുത്ത കാലം പൊക്കി ചാട്ടോ അടുത്ത കാലം പൊക്കി ചവിട്ട് ഇതെന്താ കുഴപ്പമെന്നാ? ഇനി നടന്നേ അയ്യോ, ശരിയായി. നിങ്ങൾക്ക് മർമാണിയൊക്കെ അറിയായിരുന്നോ? ദേണ്ട തിരുമ്പുമ്പതൊക്കെ നിങ്ങൾക്ക് അറിയായിരുന്നോ? നല്ലപോലെ നടക്കുന്നല്ലോ. എന്തായിരുന്നു ഇതറിയാൻ മർമാണി വിദ്യ പഠിക്കേണ്ട കാര്യമൊന്നുമില്ലടി. എന്താ ആ തക്കുടി ചെറുക്കന്റെ നിക്കറിട്ടോട്ടെ ഇത്രയും നേരം ഈ കളവൻ ഇത് കയറി തുടയിറങ്ങി മസിലും കയറി നിന്നതായി കളവൻ. അത് പിന്നെ ഈ സനലേ അവന്റെ കുഞ്ഞിന് മാത്രമേ ഇതൊക്കെ കൊണ്ടുവന്നുള്ളൂ. നിന്റെ ആങ്ങളെ പോലെ എനിക്ക് വലിയൊരു ആഗ്രഹം വിദേശ വസ്തുക്കൾ ഉപയോഗിക്കാൻ. എടാ മുതുക്ക ആഗ്രഹം വേണം, അത്യാഗ്രഹം പാടില്ല. കൊച്ചിനെ നിക്കറ് ഒരു ഉഗ്രം കൈയടി രുചിക്കുട്ടൻ ചേട്ടാ. അജേഷേ, മനോജ്, സുമി, ഓ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലട്ടോ നിങ്ങളെ കൊണ്ട്. എനിക്ക് തോന്നണേ ഈ നമ്മൾ ചില റിയാലിറ്റി ഷോകളുടെ കണ്ടസ്റ്റൻ്റിൻ്റെ വീട്ടിൽ നമ്മൾ പറയാതെ പോയിട്ട് അവരുടെ വീഡിയോ എടുക്കും. അങ്ങനെ ഇവരുടെ വീട്ടിൽ പോയി വീഡിയോ എടുക്കേണ്ടി വരും. ഇവരിങ്ങനെയൊക്കെ തന്നെയാണ് ആ വീട്ടിൽ നിന്ന്. കാരണം സുമിയൊക്കെ അങ്ങനെ വന്നിട്ട് അതിനൊരു മാറ്റമില്ല, അഭിനയിക്കുന്നത് ആണെന്ന് തോന്നുന്നേ ഇല്ല. അവരോട് ചോദിച്ചോക്കെ എങ്ങനെയാണ് സുമിന്ന്? നിങ്ങൾ പറ എങ്ങനെയാണ് സുമിയുടെ കാര്യം? ഇത് ഇപ്പൊ ഇതാണോ ശരിക്കുള്ള സുമി? ആണല്ലേ? ആ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അയൽവക്കത്തെ ആൾക്കാരോടൊക്കെ പരദൂഷണമൊക്കെ പറയോ? നിങ്ങൾക്ക് ന്യൂസ് എത്തിച്ചേരുന്ന ആൾ സുമിയാണോ? പക്ഷേ അത് അനുകരണമല്ല, അഭിനയമാണത്. അഭിനയിച്ചാലേ എങ്ങനെ നടക്കുകയുള്ളൂ. അജേഷ് വന്നപ്പോൾ ഞാനും കരുതി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്. പിന്നെ എനിക്കൊരു ആവർത്തന വിരസത പോലെ വിഗ്ഗൊക്കെ വെച്ചപ്പോൾ ഒരു പഴയ. പക്ഷെ അവിടെ ഒന്നും അല്ലട്ടോ, നമുക്ക് പിടുത്തം തന്നില്ല. നിങ്ങൾ ബ്രില്യൻ്റ് മാനാണ്ട, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം ഇതിൻ്റെ ഇതേപോലത്തെ വയസ്സായ അസുഖമുള്ള ആളെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ തമാശ പറയുന്ന ആൾ ഇവിടെ വന്നിട്ടില്ല. എന്തായാലും എനിക്കിപ്പോൾ അവസാനം കാണിച്ച ആക്ടിവിറ്റിയും സൗണ്ടും മാത്രം മതി. കാരണം അവിടെ എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. പക്ഷേ ആ ഒരു പെയിൻ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുള്ളതാണ് അല്ലേ? അതെന്താണ് ഊരിയത്? അതൊരു മനുഷ്യന് കാലിലാണോ വേദന, മുട്ടിലാണോ വേദന, എവിടെ ഒരു പയ്യ അയ്യോ ഓ അയ്യോ. പക്ഷെ നമുക്ക് എന്താണ് വിഷമം എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. അതിന് തൊട്ട് മുമ്പുള്ള അപ്പൂപ്പന്റെ പോസ്റ്റർ നോക്കിയാൽ ഇപ്പൊ അതിന്റെ കണക്ഷൻ കാര്യം അപ്പൂപ്പൻ ഇങ്ങനെ നിൽക്കുന്നത്. അതെ പണ്ടൊക്കെ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പോൾ അത് നമുക്ക് സൂട്ടാണോ കറക്റ്റാണോ എന്നൊന്നും നോക്കാറില്ല. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനം ഇത്തിരി ലൂസായാലും ഇത്തിരി ഫിറ്റായാലും നമ്മങ്ങിടും. പക്ഷെ ഇത്രയും ഇവിടെ കുരക്കിന് കയറി പിടിച്ചിട്ട് മരിക്കാൻ പോണ വിഷമത്തിന് ഇടുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതിനൊപ്പിച്ചൊരു കിടിലൻ ക്ലൈമാക്സും അമ്മോ അച്ചോ ഒരു രക്ഷയില്ല. 3 പേരും പൊളിച്ചടുക്കി. ഓൾ ദ വെരി ബെസ്റ്റ്. ഇവരുടെ സ്കിറ്റ് കാണുമ്പോഴേ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക്. ഇവരുടെ സ്കിറ്റിന് എന്താണ് ഒരു സിനിമാറ്റിക് ടച്ചുണ്ട്. സത്യനന്ദിക്കാട് സാറിൻ്റെയൊക്കെ സിനിമ കാണുമ്പോൾ നമ്മൾ ചില സീൻസൊക്കെ ഇരുന്ന് അലിഞ്ഞു പോകുമല്ലോ നമ്മൾ കാണുമ്പോൾ. അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ കോമഡി ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. നമ്മളിങ്ങനെ നമ്മുടെ കണ്ണ് പറിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കും എന്ന് പറയുന്ന പോലെയാണ് ഇവരുടെ സ്കിറ്റ് കളിച്ച് കഴിയുമ്പോൾ ഇടഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഡയലോഗുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, കൗണ്ടറുകൾ കുറവായിരിക്കും ഇവിടെ. പക്ഷേ അതും നമ്മളിങ്ങനെ നോക്കിയിരിക്കും. കാര്യം അത്ര ലൈവായിട്ടാണ് ഇവർ അത് കൊണ്ടുപോകുന്നതെന്നുള്ളതാണ്. അത് നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങളുടെ ടീം 100% മുമ്പോട്ടാണ് ആ ഒരു കാര്യത്തിൽ. നമുക്കവിടെ തമാശയുടെ കുറവുണ്ടെങ്കിൽ പോലും നമ്മൾക്കത് മൈൻഡിൽ വരികയില്ല. കാര്യം അവിടെ അവർ അഭിനയിക്കുകയാണ്. ആ ഒരു നമ്മളിപ്പോൾ കാണുമ്പോൾ അപ്പുറമുള്ളൊരു അപ്പൂപ്പൻ ഈ വീട്ടിൽ വന്നിരുന്നു, വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ആങ്ങളുടെ അവിടെ പോകുന്നതിൻ്റെ പ്രശ്നം, അങ്ങേരുടെ പ്രശ്നം, ഇതൊക്കെ സംസാരിക്കുന്ന നമ്മളൊരു വീട്ടിൽ നടക്കുന്ന നമ്മുടെയൊക്കെ കുടുംബത്തിൽ നടക്കുന്ന ഒരു ചെറിയ പ്രശ്നമായിട്ട് നമുക്കത് ഒരു സ്കിറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള ടെക്നിക്കുകളോടെ കൂട്ടിയിട്ട് ഇവരത് നല്ല സ്കിറ്റാക്കി ഇങ്ങനെ വൈഡാക്കി നമ്മുടെ മുമ്പിലേക്ക് തരുന്നത്. അത്ര
അത്രയ്ക്ക് മനോഹരമായിട്ട് നിങ്ങൾ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടും ഇത് സ്കിറ്റിന് വേണ്ടിയിട്ടും ഇതിൻ്റെ അകത്ത് ഡയലോഗിന് വേണ്ടിയിട്ടും ഇതിനകത്ത് ആക്ഷന് വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം ഈ സ്കിറ്റ് കണ്ടാൽ 100% ഉറപ്പായി. നമ്മളൊരു ഒരു 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 സ്ക്രീനിൽ ഇരുന്ന് കാണുന്ന ഫീലിംഗാണ് ഇത്. സ്റ്റേജിൽ നിങ്ങൾ 3 ആർട്ടിസ്റ്റ് എന്ന് കളിക്കാൻ തോന്നത്തേയില്ല, അത്രയ്ക്ക് ലൈവായിട്ടാണ്. ഇവർ ഈ സെറ്റിയുടെ പുറകെ പോയിട്ട് ഈ സാധനമാണ് ഊരിയെടുക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാത്ത കാര്യമാണ്. ഗംഭീര ഒരു ക്ലൈമാക്സ് ആയിരുന്നു അത്. വലിച്ചു വിടാൻ ഒരു രക്ഷയില്ല. മനോജ്, നിങ്ങൾ 3 പേരും നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങളിവിടെ കാണിക്കുന്നുണ്ട്. അതിലപ്പുറം ഇനി എന്ത് പറയാനാ? വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. പ്രചോദേട്ടാ, മനോജേ, സുമി, അജേഷേ, നമ്മുടെ കഥാപാത്രത്തിൽ പറയുന്നുണ്ട് പൊങ്ങച്ചനായ അളിയൻ അല്ലേ, കൊച്ചിൻ്റെ ടീഷർട്ട് ഇട്ടോട്ട് പോയിട്ട് ആ ശ്വാസം മുട്ടിയിരുന്നു. സത്യം നിങ്ങളുടെ സ്കിറ്റ് കണ്ട് ചിരിച്ച് ഞങ്ങളെ ശ്വാസം മുട്ടി കേട്ടോ. അത്ര ഗംഭീരമായിരുന്നു. പൊളിച്ചടിക്കെന്ന് പറഞ്ഞാൽ ഓരോ മൊമെൻറ്റും. സുമി ആദ്യം വന്ന് ഇവരുമായിട്ടുള്ള ചാറ്റ് തൊട്ട് തുടങ്ങി ഒരു പരിപാടി അങ്ങോട്ട് തുടങ്ങി. അതിനുശേഷം മനോജ് വന്നിട്ട് മനോജിൻ്റെ ചില കഥകൾ കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഈ സ്പ്രേ പട്ടി എന്നൊക്കെ ഞാൻ ആദ്യം മനോജ് സുമി, പിന്നെ നിങ്ങൾ തമ്മിലുള്ള കുറേ പരിപാടികളുണ്ട്. അതായത് അളിയനുമായിട്ടുള്ള സ്നേഹത്തിനെ കുറിച്ച് എന്തൊരു പെർഫോമൻസ് ആണ് സുമി, ഒരു രക്ഷയില്ല സുമി. കാരണം നിങ്ങളുടെ 3 പേരും പറയണേ, ഇതുപോലൊരു ക്ലൈമാക്സ് എന്ന് പറയുന്നുണ്ടോ, ഈ ഐറ്റത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ആ ക്ലൈമാക്സ് ആണ്. കാര്യം നമ്മളെ നടന്നു വന്നപ്പം അജേഷിൻ്റെ കാലിങ്ങനെയാണ് ഇരുന്നത്. അതിനുശേഷം പുറകെ പോയി അത് ഊരാനുള്ള വിഷം കൊടുക്കുമ്പോൾ ബിജു ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ ആ പെയിൻ അപ്പം എന്തായിരിക്കും അവിടെ ചെയ്യുന്നത്, നമ്മൾ ധരിക്കുന്നത് വലിച്ചിട്ട് പതുക്കെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ധാരണ ഏതോ ഞരമ്പ് വല്ല വലിച്ചിട്ടതായിരിക്കും, അല്ലെ എന്തെങ്കിലും പരിപാടി. പക്ഷെ തിരിച്ചു വന്നിട്ട് ഈ ക്ലൈമാക്സിലേക്ക് എത്തുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങളുടെ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്, നമ്മൾ വിചാരിക്കാത്ത ഓരോ സാധനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ ക്ലൈമാക്സ് ഒരു കൂട്ടിക്കെട്ടലുണ്ട്. ആ കൂട്ടിക്കെട്ടൽ അപാര പരിപാടിയാണ്. പിന്നെ എനിക്ക് നിങ്ങളോടുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷവും സ്നേഹവും എന്ന് പറയുന്നത്, നമുക്കിവിടെ മാർക്ക് കിട്ടിയാൽ ചിലപ്പോൾ സിൽവർ അടിക്കാം, ചിലപ്പോൾ ഗോൾഡ് അടിക്കാം. ഇതൊക്കെ ആണെങ്കിൽ പോലും നിങ്ങളിൽ ഒരു അഹങ്കാരം എന്ന് പറയുന്ന ഒരു സാധനം 3 പേരിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ഉണ്ടാകും. ഇനിയും ഒരുപാട് നല്ല നല്ല സ്കിറ്റുകൾ നിങ്ങളിൽ നിന്ന് കിട്ടട്ടെ. എത്രയോ സ്കിറ്റുകൾ കളിക്കുന്നു, എല്ലാത്തിൻ്റെയും ക്ലൈമാക്സ് ചിന്തിക്കാത്ത രീതിയിലാണ്. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു. അപ്പം അതിനനുസരിച്ചുള്ളൊരു മാർക്കും തന്നാട്ടെ. ആരാണ് ആദ്യം? ഞാനൊരു 18 മാർക്ക് കൊടുക്കാം. 18,000 രൂപ. ഞാനും കുറയ്ക്കുന്നില്ല, ഞാനൊരു 18 മാർക്ക്. 36,000 രൂപയായിട്ടുണ്ട്. ബാക്കി നസീർക്ക് അയച്ചോ. ഇതിനെങ്കിലും വലുത് നമ്മുടെ സൈസിന് പറ്റിയ ഒരെണ്ണം വാങ്ങിച്ച് ഉപയോഗിക്കണേ. കിടക്കുന്ന 75,000 രൂപയുടെ സിൽവർ പഞ്ച് ടീം മാസ്. നല്ലൊരു കൈയടി. ഞാൻ അപ്പച്ചിനെയും തുടങ്ങാം. അതെ അതെ അതെ. അപ്പൊ കുഞ്ഞു പോലും ഇപ്പൊ അത് ഉപയോഗിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞിന് വരെ ടൈറ്റ് ആയി, ചക്കുടുമുണ്ടിന്. ആദ്യം പറയാ, അത് ഇട്ടോണ്ട് വന്നതല്ല. അല്ല, ആ ഫീല് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് വന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇത് മറ്റേ ക്ലൈമാക്സ് നിർത്താനായിരുന്നു. ഇവിടെ ആങ്ങള പോയി കുരുങ്ങി, അന്നേരം നമുക്കൊരു വിലക്കുമോ എന്നൊരു സംശയം വന്നതുകൊണ്ടാണ് ഒന്നുകൂടെ ചിന്തിച്ച് ഇതിലോട്ടെത്തിയത്. ലാസ്റ്റ് നിമിഷമാണ് അപ്പൂപ്പൻ ക്യാരക്ടറായത്. അജേഷാണ് ഇത് പറഞ്ഞത്. ഒരു ഈ സ്കിറ്റ് ഏകദേശം ആയി കഴിഞ്ഞപ്പോൾ അജേഷ് പറഞ്ഞു, എന്നാ ഞാൻ എൻ്റെ അപ്പൂപ്പനായിട്ട് വരാം, സ്റ്റേജിൽ നിന്ന് നിക്കർ വരാമെന്നാണ്. അപ്പം സ്റ്റേജിൽ കുഞ്ഞു നിക്കർ വരാൻ പറ്റത്തില്ല. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ വരാം. അപ്പം പറഞ്ഞ് ശോഭയുടെ പറയുന്നിട്ട് അപ്പം ഇവള് നിൽക്കുന്ന കൊണ്ട് മുണ്ട് വെക്കാൻ ആ ഒരു ഐഡിയയിൽ അപ്പുറത്ത് കൊണ്ടിട്ട് ഒരു ഇത് ഇവനാണ് അത് അപ്പൂപ്പനാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവൻ അതിലേക്കത്തുള്ള ഒരു ക്യാരക്ടറായിട്ട് വരാണ്ടിരുന്നു, ഒരാളായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് വരാണ്ടിരുന്നു. പക്ഷേ ഈ മേക്കപ്പും ഈ പറഞ്ഞോട്ട് അജേഷിന്റെ കോസ്റ്റ്യൂമും അതിനനുസരിച്ച് അജേഷിന്റെ ആ പ്രായാധിക്യമായിട്ടുള്ള ആ വാർദ്ധക്യം ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായിട്ടത്. അത് അഭിനയത്തിന്റെ ഭയങ്കര എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നേരത്തെ പറയാൻ മറന്നുപോയിട്ടാ. പിന്നെ ഇയാൾക്ക് ഇതിനിടയിൽ കൂടി വന്ന കുറച്ച് അസൂയം കുശുമ്പൊക്കെ ഉണ്ട്, അതും ഉണ്ടായിരുന്നു. മറ്റേ റിയാക്ഷൻ, അതായത് അളിയൻ പോയി 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 ഇനി കുറച്ചു നേരം ഒറ്റക്ക് കളിക്കാൻ ഭയങ്കര രസം. അജേഷ്, താങ്ക് യു. മനോജ് ഭായ്, ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ പ്രചോദനം പറഞ്ഞ പോലെ നമുക്ക് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഇനിയിപ്പോൾ എങ്ങനെ മെച്ചപ്പെടുത്താന്നുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അങ്ങനെ അടുത്ത എന്തെങ്കിലും നല്ലത് കൊണ്ടുവരാൻ പറ്റുന്ന അതാണ് ഞങ്ങളുടെ വിജയം, ഇതിന്റെ വിജയം, പ്രോഗ്രാമിന്റെ വിജയം അത് തന്നെയാണ്. ഇതിൽ കൂടി ഞങ്ങൾക്കും ഒരു ജീവിതമുണ്ട്. അതിലേക്ക് ഞങ്ങളെന്നും പ്രാപ്തരായിരിക്കും. ഞങ്ങൾ 100% അടുത്ത ഇനിയും ഇതിന് നല്ലൊരു സാധനം കൊണ്ട് മുതുകുളത്തിന്റെ സ്വന്തം സുമി ഇവിടെ വന്നപ്പോഴാണ്, ചേച്ചിമാരെ കണ്ടപ്പോഴാണ്, ചേട്ടൻ്റെ വീടാണ് മുതുകുളം. എന്നാലും ഒരു മുതുകുളംകാരി അവരുടെ അടുത്ത് പെർഫോം ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു. സ്കിറ്റിനെ പറ്റി പറഞ്ഞ അജയ് ചേട്ടൻ്റെ ഇതിൽ ഞങ്ങൾക്കും തോന്നി നല്ലൊരു ആന്റി ക്ലൈമാക്സ് നല്ലതായിരിക്കും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഫലം കിട്ടി. ഒരുപാട് തുടക്കം വന്ന് ഇവരോടൊക്കെ ഇന്ററാക്ട് ചെയ്തൊക്കെ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്താണോ, വന്ന വഴിക്ക് സുമി പറഞ്ഞു വന്നാണോ? അതൊക്കെ അതൊക്കെ പഠിച്ചതാ. അല്ല, ഈ പ്രാവശ്യം ഒരു എന്താണ് പറഞ്ഞ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലായിരുന്നു, ഒരു
ഇങ്ങനെ പിടിച്ചിട്ടുള്ള സാധനം വരുന്നത് അല്ലേ അല്ലേ ഒരു ഇത്തിരി ബലം പിടിച്ചിട്ടുള്ള സാധനം വരുന്നത് അല്ലേ അറിയാൻ പറ്റാത്തൊരു ബോട്ട് ഓടിച്ചോണ്ട് പോകുന്നതല്ല ഞാൻ സുമിനോട് കുറെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഏതൊക്കെ വഴി കൂടെ പോകാൻ അറിയത്തില്ല അതിനനുസരിച്ച് ഞാൻ തിരിച്ചോണ്ടിരിക്കും. അല്ല സുമിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു എന്താണെന്ന് പറയുക, ഈ മുതുകുളം എന്ന് പറഞ്ഞ സ്ഥലം നിസ്സാര സ്ഥലമല്ല. അറിയാം. മലയാള സിനിമയിൽ ഒരുപാട് അല്ലേ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളെ തന്നിട്ടുള്ള അല്ലേ അന്ന് പേരുള്ള ഒരു നടനുണ്ടായിരുന്നു മുതുകുളം പേരുള്ള പത്മരാജൻ സാറ് മുതുകുളം അല്ലേ? ആ അവിടെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും. സുമിയും തീർച്ചയായിട്ടും അത് വാശിയോടെ എടുക്കണം സുമി. ഇവര് തന്നെ പറഞ്ഞ് അടുത്ത സ്റ്റാർ നമ്മുടെ സുമിയാണെന്ന്. തീർച്ചയായിട്ടും. അത് തന്നെ വലിയൊരു നമുക്ക് കിട്ടുന്ന ഒരു അല്ലേ അംഗീകാരം. സ്റ്റാർ. അപ്പൊ എന്തായാലും മനോജേട്ടാ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്കിറ്റ് കഴിഞ്ഞ് ഇതിന്റെ മാർക്കും ഇതിന്റെ പൈസ ഇവിടെ വിട്ടു അടുത്തതിലേക്കുള്ള വർക്ക് തുടങ്ങിയെന്ന് പറഞ്ഞു ചിന്തിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ചിന്തിക്ക്. അപ്പം നല്ല നല്ല സാധനങ്ങൾ നിങ്ങളുടെ തലയിൽ വരാൻ ഞങ്ങളും പ്രാർത്ഥിക്കാം. അപ്പം ഞങ്ങൾക്ക് നന്നായിട്ട് ചിരിക്കാൻ പറ്റും. നിങ്ങൾക്ക് കൈ നിറയെ പൈസയും കിട്ടും. ഓക്കെ ചേച്ചി അളിയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റും ടീമും റെഡിയാണ്. നമ്മുടെ സജീവ് കോടിയേട്ടനുണ്ട്, ശ്രീജു ഉണ്ട്, ദീപ്തി ഉണ്ട്. ഒരു നല്ല ഐഡിയ ആവും. ചേട്ടാ നിങ്ങടെ നോക്ക്, ഇത് കാണിക്കാനേ ഞാൻ വിളിച്ച നിറച്ചും മിച്ചർ അവലോസ് കൂടി കേട്ടാ. പെരടകത്ത് മുഴുവൻ ഇങ്ങനെ വിരകിട്ട് വെച്ചേക്കണേ. ഇതേട്ടാ നിറച്ചുറപ്പ് നോക്ക്. ഇവിടെ ഒന്നും കൊണ്ടുവന്ന് വെച്ചിരുന്ന് തിന്നലേന്ന് പറഞ്ഞാ കേക്കണ്ടേ? എടി ഇതൊക്കെ നീ ഉറുമ്പിനോട് ഏത് ഭാഷയെ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ വെച്ച് പിന്നെ നമ്മുടെ പിള്ളേരാ. ചേട്ടാ പിള്ളേരോടാണെങ്കി പറഞ്ഞെങ്കിലും മനസ്സിലാക്കാം. നിങ്ങളുടെ അച്ഛനോട് ഞാനിനി എന്തുന്നാ പറയണത്? പിന്നല്ലാണ്ട് അച്ഛനെ പേടിച്ചിട്ട് ഇവിടെ കുടുംബത്തെ ഒരു സാധനം മേടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ. പിള്ളേർക്ക് മേടിച്ചു വെച്ചേക്കണ സെർലാക്ക്, പാൽപ്പൊടി, എന്തിനാ അമൃതം പൊടി, കട്ടൻ ചായലിട്ട് ഓർലിച്ചിന് വരെ വെട്ടി കുടിച്ചോണ്ടിരിക്കണേ ഇവിടെ അച്ഛൻ. എടി നീ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ അധികം ഒന്നും ദേഷ്യം പിടിപ്പിക്കരുത്. പിന്നെ പഴയ ആളല്ലേ എന്റെ ചക്കരെ, എന്റെ പൊന്നെ, എന്റെ പഞ്ചാരെ. നീ അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. അതെ ഇത്രയും പഞ്ചാര അടിക്കണ അച്ഛന്റെ മോനല്ലേ നിങ്ങളും പഞ്ചാര വെച്ചോന്നാ. ഒരേ ബഹളം വെക്കല്ലേ. ഞാൻ പൂജ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ബഹളം വെക്കരുത്, സൗണ്ട് ഉണ്ടാക്കരുത്. രാമ 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 ദൈവമേ നാരായണ നാരായണ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല എന്നുണ്ടോ കുട്ടിക്ക്? ഇങ്ങനെ നിലയ്ക്കരുത് ദൈവമേ രാമ രാമ രാമ. ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ എന്താ വിചാരിക്കണ? അച്ഛൻ പൂജാമുറിയിൽ പൂജയും കഴിഞ്ഞ് ഭസ്മം തൊട്ട് തന്നെയല്ലേ കൊച്ചിന്റെ പാൽപ്പൊടി അടുക്കളെടുത്ത് വയസ്സായി കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരെ സ്വഭാവം വന്നാ എല്ലാരും പറയുന്നത് അങ്ങ് സഹിക്ക. അച്ഛനെ പേടിച്ചിട്ട് ഇവിടെ ഒരു സാധനം മേടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. ഞാൻ എന്ത് ചെയ്യുന്ന നീ പറയുന്നത്? അടുക്കള ഷെൽഫിന്റെ അകത്തിരുന്ന ചെട്ട് ജിലേബി എന്തി? ആ 8 ജിലേബി ഞാൻ അങ്ങ് തിന്നു. അതിനപ്പുറത്ത് പഞ്ചാര പാത്രം മറിഞ്ഞു കിടപ്പുണ്ടായില്ല. അയ്യോ മക്കളെ ഉണ്ടല്ലോ, ഈ ജിലേബിക്ക് മധുരം കുറവ്, അതുകൊണ്ട് ഈ പഞ്ചാരയിൽ മുക്കിയാ ഞാൻ തിന്നത്. എന്ത് നോക്കണ സംഭവം ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരു അലുവ കഴിച്ചു മക്കളെ. കടിച്ച് തിന്ന് അതിന്റെ ബാലൻസ് ഒരു പാത്രത്തിൽ ഞാൻ ഇവിടെ വെച്ചിരുന്നു കേട്ടാ. അല്ല തിന്നാനല്ലാന്ന്. സംഭവം നിനക്ക് അറിഞ്ഞൂടെ, എന്റെ അണപ്പല്ല് 2 എണ്ണം വെപ്പുമല്ല. ഈ അലുവ കടിച്ചപ്പോ ഈ പല്ല് അതിലോട്ട് അളവിപ്പോയി. അത് ഞാനത് കൊച്ചിന് അംഗനവാടിയിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തോട്ട് കൊച്ചിന് കശുവണ്ടി പറഞ്ഞാ മറ്റേ അണപ്പല്ലൊക്കെ എടുത്തിട്ട് തിന്നു. ഞാൻ ഇന്നാളെ വിചാരിച്ചു മക്കൾക്ക് എന്തെങ്കിലും ഒരു ദാനം കൊടുക്കണമെന്ന്. ഇനിയിപ്പോ പല്ലെങ്കിൽ പല്ല്, ചെറു മക്കൾക്ക് പല്ലിരിക്കട്ടെ. ഇത് ആരെ വിളിക്കണം നോക്കി, ആര് ഈ കിടന്ന സമയത്ത് കിടന്ന് വിളിക്കുന്നു. പുതിയ നമ്പർ. ഹലോ ഹലോ ആരായിരുന്നു? ഇത് NNN ലാബിന്നാണേ. അവിടെ സുധാകരൻ പിള്ളയുടെ ഷുഗർ ചെക്ക് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടായാ? റിപ്പോർട്ട് ആവാതിരിക്കും, എന്റെ കമ്പ്യൂട്ടറിന് കുരുവൊന്നുമില്ല. റിപ്പോർട്ട് ആയിട്ടുണ്ട്. എന്താ പറയാമോ? അതെ വരുമ്പോ ഒരു 9,000 രൂപയും 2 കവർ DDT കൂടെ കൊണ്ടുവരണം. ഒരു ഷുഗർ ചെക്ക് ചെയ്യാൻ 9,000 രൂപ? എന്തൊരു കത്തിയാണിത്? വല്ലപ്പോഴും ഒക്കെ പഞ്ചാര കുറയ്ക്കാൻ പറയണം. എന്റെ പൊന്നോ ഷുഗർ കൂടിയിട്ട് എടുത്ത് ടെസ്റ്റിൽ വെച്ച് എന്റെ മിഷി അടിച്ചു പോയി. പോരാത്തതിന് ഇവിടെ അത്രയും ഉറുമ്പ് അത് തട്ടിയിടാനാണ് DDT കൊണ്ടുവരാൻ പറഞ്ഞത്. അയ്യോ അച്ഛൻ എത്ര ഷുഗർ ഉണ്ട്? 480 ഉണ്ട്. 480. 480? അച്ഛന് 480 ഷുഗർ ഒന്ന് 500 തകച്ച് ഞാൻ പൊട്ടിത്തെറിക്കും. അതെ 480 ഷുഗർ വന്ന വല്ല കുഴപ്പമുണ്ടോ? 480 ഷുഗർ വന്നാ മധുരം പോയിട്ട് മായെന്ന് പോലും പറയാൻ പറ്റൂല. എങ്കിൽ അങ്ങനെ കാര്യത്തിൽ തീരുമാനവും. അയ്യോ ശരി ശരി ശരി. അച്ഛന് 480 ഷുഗർ ആണെന്ന്. ഷുഗർ കൂടി എന്തേലും വന്നു പോയിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത് പ്രൈസന്നെ ഇവിടെ ഇല്ല, അങ്ങനെ ഗൾഫിൽ കിടക്കണേ. ഞാനും പിള്ളേരും കൂടി വിട്ടിട്ട് അച്ഛനെ എന്ത് കാണിക്കാനാ വയ്യാണ്ടായ. അതുകൊണ്ട് ഞാൻ പറയണ അച്ഛൻ കേട്ടോ. അച്ഛൻ ഇനി മധുരം എന്നുള്ള അക്ഷരം പോലും ഈ വീട്ടിൽ മിണ്ടിയേക്കരുത്. കേട്ടില്ല? കയ്പ് ജീവാമൃതബിൻ. കയ്പാ? കയ്പാ മധുരല്ലേ? പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്
അച്ഛാ അച്ഛൻ എനിക്ക് സത്യം ചെയ്തു തന്നെ. അച്ഛൻ ഇനി പഞ്ചാര തിന്നില്ലാന്ന് എനിക്ക് സത്യം ചെയ്തു തരാം. അമ്മേനെ പിടിച്ച് സത്യം ചെയ്തു ഇല്ല ഞാൻ അവളെ കൊണ്ട് സത്യം ചെയ്യത്തില്ല. അമ്മേനെ പിടിച്ച് അവളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യത്തില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഞാൻ സത്യം ചെയ്യത്തില്ല. മരിച്ചുപോയ അമ്മക്കിനി എന്ത് സംഭവിക്കാൻ? അവളെ ആത്മാവിന് എന്തെങ്കിലും സംഭവിച്ചാലോ? ആ എന്തോന്നൊക്കെ അച്ഛൻ എനിക്ക് സത്യം ചെയ്തു തന്നെ ചെയ്തു. ഓക്കെ, ഞാൻ ഇനി മധുരം തൊടത്തില്ല. എന്ന് പോലും മിണ്ടത്തില്ല. പോരെ? ഉറപ്പാണ്? മധുരം കടിക്കത്തില്ല. ഓക്കെ, ആ. സമ്മതിച്ചല്ലോ. ഓക്കെ. ശരി. ഓ, സമാധാനം. അങ്ങനെയെങ്കിലും പിള്ളേർക്ക് സമാധാനം ആവട്ടെ. അല്ല ഈ പിന്നെ ഞാൻ മഞ്ഞനൈറ്റ് അങ്ങോട്ട് മാറിയേക്ക. ഇല്ലെങ്കിൽ വല്ല തിരുപ്പതിലിടുവാണെന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നെ എടുത്ത് വെച്ച് തിന്നു. അയ്യോ. അയ്യോ ആളില്ലേ ഇവിടെ? ആ ഉണ്ടല്ലോ. ഏതാണ് മക്കളെ നീ? ഞാൻ അരുണ്. അരുണ്. നീ എവിടെ തന്നെ? ഞാൻ ബഹറിനിന്ന്. നീ ബഹറിന്ന് വന്നത്? പിന്നെ ബഹറി ഇങ്ങോട്ട് വരും. ആവശ്യം എന്റെയാണ്. ഞാൻ അങ്ങോട്ട് തന്നെ പോണം. നീ എവിടെ നീ എന്തിനു വന്നെന്ന് പറ. ഞാൻ ഇവിടുത്തെ പ്രതീക്ഷേട്ടയില്ലേ? ആ. പ്രതീക്ഷേട്ടൻ അങ്ങ് ബഹറിനിൽ ജോലി ചെയ്യുന്ന ആളാണ്. ആണോ? അതെ. ബഹറിലായിരുന്നോ? ബഹറിനില് അവിടെ എന്തൊക്കെയാ വിശേഷങ്ങൾ? അവിടെ നല്ല വിശേഷങ്ങളില്ല. ഞാൻ അവിടെ പോയ ഇത്തിരി പച്ച പിടിച്ചത് പ്രതീക്ഷേന്റെ കമ്പനി കയറിയതിന് ശേഷം. തന്നല്ലേ? ഇതൊക്കെ അവിടുന്ന് വാങ്ങിച്ച സാധനങ്ങളല്ലേ? നല്ല ഷർട്ട് കേട്ടാ, നല്ല തിളങ്ങണം, നല്ല രസമുണ്ട്. 3000 രൂപയാണ് വില. 3000 രൂപ. 3000 രൂപ? പാന്റിന് 6000 രൂപ വില. 6000 രൂപ? ചെരുപ്പ് വേണ്ട, 4000 രൂപ വിലയുണ്ട്. 4000 രൂപ? 4000 വിലയുണ്ട്. എടാ നിനക്ക് നാട്ടില് വല്ല വിലയുണ്ടാടാ? നാട്ടില് കുഴപ്പമില്ല. കുഴപ്പമില്ല. നീ ഒരു വർഷം ജോലിയും കൂലിയില്ല, വീട്ടിൽ നോക്ക്, ഇതിനൊന്നും ഒരു വിലയും കാണത്തില്ല. അതെന്തൊരു മാമ അങ്ങനെ ഒരു വർത്താനം? നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മ എന്ത് ചെയ്യണ്? അമ്മ സേനയിലാണ്. എന്റെ പൊന്നെ, അഭിമാനിക്കാനുള്ള കേസല്ലേ. ഇരിക്കട്ടെ നിന്റെ അമ്മയ്ക്കൊരു സാല്യൂട്ട്. എടാ ഇത്രയും സെറ്റപ്പ് ഉണ്ടായിരുന്നിട്ട് നീ എന്താ ഗൾഫിൽ ചെന്താന്ന് കഷ്ടപ്പെട്ടത്? നിനക്ക് അമ്മയുടെ കൂടെ തല്ലി ചേർന്നാ പോരെ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അത് പെണ്ണുങ്ങളുടെ സെക്ഷനാണ്. നമ്മൾ അങ്ങോട്ട് അടുപ്പിക്കൂല. നീ ഏത് സേനയുടെ കാര്യം പറഞ്ഞു? ഹരിതകർമ്മസേന. അമ്മ അവിടെയാണ്. അപ്പൊ എന്റെ സല്യൂട്ട് വേസ്റ്റ് ആയില്ല. ഇല്ല. നമ്മളെ നാട്ടിലെ ഏറ്റവും നല്ല സേനയാണ് ഹരിതകർമ്മസേന. Okay. ഇരിക്കട്ടെ, അവർക്കൊരു സല്യൂട്ട്. ഇരിക്കട്ടെ. ഇവിടെ മാമൻ മാത്രമേ ഉള്ളൂ, അത് വേറെ ആരെങ്കിലും? ഇല്ല. അയ്യോ അത് പറഞ്ഞപ്പോഴാണ് എന്റെ മരുമോളുണ്ട്. ഞാൻ വിളിക്കാം. മരുമോളുണ്ട്, ശരി, വിളിക്കും. ദേവിയേ, ദേവി മക്കളെ ഓടി വാ, പെട്ടെന്ന്. എന്താച്ചാ? എന്തായിരുന്നു? ഇത് വാ, അരുണ് ഗൾഫിലുള്ള നമ്മളെ പ്രതീഷിന്റെ കൂട്ടുകാരനാ. അയ്യോ, ഇപ്പൊ വിളിച്ചു വെച്ചല്ലോ. പക്ഷെ എന്നോട് പറഞ്ഞില്ല കേട്ടോ. പറഞ്ഞു വന്നൊരു സർപ്രൈസ് ആയിട്ട് അങ്ങ് വന്നാ മതി എന്ന് പറഞ്ഞു. ചേട്ടാ ഗിഫ്റ്റ് ഒക്കെ തന്നു വിട്ടിട്ടുണ്ട്. ചേട്ടാ ഗിഫ്റ്റാ? എന്റെ ദൈവമേ, ഇതാണ് കൊണ്ടുവെക്കണം. നോക്കട്ടെ. ശ്ശോ, അച്ഛാതെ, ഇത് കണ്ടോ? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞ, നീ ഇവിടെ വന്നിട്ട് 2 മിനിറ്റ് പോലും ആയില്ല, ഇതിലും ഒരു വിലയില്ലാതായി. ഇനി 1 മണിക്കൂറും കൂടെ നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്കൊരു വിലയില്ല. 3000 രൂപ ഷർട്ട്. എന്തെങ്കിലും വന്നു കഴിഞ്ഞു ഉടനെ അങ്ങ് പിടിച്ചു വലിച്ച് അവന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് കൊടുക്കട്ടെ. ചായ എടുത്തോണ്ട് വരാം. പിന്നല്ലാതെ അങ്ങ് പെട്ടെന്നാക്കാതെ. വയ്യ. എന്തൊരു കാട്ടൂന്ന്. കൊള്ളാം കേട്ടാ. നിനക്ക് സത്യം പറഞ്ഞ ഇതാണ് ചേട്ടൻ, നമ്മളിപ്പോ സെയിം ആയി. നമ്മളെ പ്രതീക്ഷന്റെ കുടുംബമല്ലേ? അതെ. പിന്നെ മാമ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് മക്കളെ പ്രതീക്ഷനെ കൂടാതെ 4 മക്കളുണ്ട്. പ്രതീക്ഷേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞ 2 മക്കളാണെന്നാണല്ലോ പ്രതീക്ഷേട്ടൻ ഉൾപ്പെടെ. അതിന് 2 മക്കളെ കാര്യം അവന്റെ അമ്മ പോലും ഇതിൽ അറിഞ്ഞിട്ടില്ല. ഈ വീട് വെച്ചത് പ്രതീക്ഷേട്ടൻ കഴിഞ്ഞ വർഷം അല്ലേ? എന്റെ പൊന്നപ്പോ, ഈ വീട് വെച്ച് മക്കളെ വല്ലച്ചാതി. പക്ഷെ 3 ലക്ഷം രൂപ കടമുണ്ട്. കാടോ? ഓ, ഞാന് കുറച്ച് പൈസ കൊടുത്തായിരുന്നു. അവൻ അതിന് കടം വീട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞ ചെറുക്കൻ കേൾക്കുന്നില്ല. അതെന്തോ പരിപാടി? അവൻ അത് ചേട്ടൻ അങ്ങ് ചെയ്താ പോരെ? അതല്ല പിന്നല്ലാതെ. എത്ര കൊടുത്ത? 5 ലക്ഷം രൂപ കൊടുത്താ? 50? എത്രയെന്ന് പറ. എടാ 5 രൂപ ഒരു കവറിലിട്ട് കൊടുത്തന്ന്. അതിനെങ്ങനെ കടം തീർക്കും? എടാ 1970 ജനിച്ച ആളാ ഞാൻ. അന്നത്തെ 5 രൂപ ഇന്നത്തെ 5 ലക്ഷത്തിന്റെ പവർ ഉണ്ട്. ഇത് ആ ചെറുക്കന് മനസ്സിലായില്ല, നിനക്കത് മനസ്സിലായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കള്ളക്കണക്ക്. പിന്നല്ല. അതെ, ഇത് കുടിച്ചിട്ട് സംസാരിക്കണേ. ഒരു ഗൾഫുകാരന്റെ വീടല്ലേ? പച്ചവെള്ളം. എന്റെ അനിയ, ഈ വീട് വെച്ച വകയിൽ എന്തോരം കടമുണ്ടെന്ന് നിനക്ക് അറിയാമോ? അല്ല, അതും പച്ചവെള്ളം തമ്മിൽ എന്തൊരു ബന്ധം? നീ ഈ പച്ചവെള്ളം കുടിച്ചിട്ട് അവിടെ അങ്ങ് ചെല്ലുമ്പോൾ, ഗൾഫിൽ ചെല്ലുമ്പോൾ അവൻ ചോദിക്കും അവിടെ എങ്ങനെയാണെന്ന്. അപ്പൊ നീ പറയണം, അയ്യോ പാവം അവർ പച്ചവെള്ളം കുടിച്ചാണ് ജീവിക്കുന്നതെന്ന്. അതേ സമയത്ത് നമ്മൾ ജ്യൂസോ നാരങ്ങയോ ഇവള് വിളക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നീ ചെന്ന് പറയും, അയ്യോ അവർ ലാവിഷായിട്ട് അടിച്ചു ജീവിക്കുന്നത്. അത് മാത്രമല്ല, നീ ഇവിടെ വന്നിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കും, അവിടെ പോയിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടിയാടാ? അപ്പൊ നിനക്ക് ഇവിടുന്ന് പച്ചവെള്ളം പോലും തന്നില്ല എന്നൊരു പരാതി പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പച്ചവെള്ളം കുടിച്ചോ. ഞാനായിരുന്നു ഇപ്പൊ 3 ഗ്ലാസ് കുടിച്ചു. അതെല്ലാം നിങ്ങൾക്കുള്ള അയ്യോ, എന്തോരം മിഠായിയൊക്കെയാണ്. അതെല്ലാം റെയർ സാധനങ്ങളാ. റെയർ അത് ഫോണ് നിങ്ങൾക്ക് കേട്ടാ. ഈ മുട്ടായി ഉണ്ടല്ലോ, ഈ സാധനം വർഷത്തിൽ 1000 എണ്ണ ഉണ്ടാക്കും. 1000 എണ്ണ ഉണ്ടാക്കുന്ന മുട്ടായി. നല്ല മധുരം ഉണ്ടാവും അല്ലേ? ഭയങ്കര മധുരമില്ല. കാര്യം ഇത് ഒരു തരം ക്രീമാ. യമനിൽ കൊണ്ടുവന്ന ക്രീം വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അതിൽ 8 പീസേ കിട്ടിയുള്ളൂ. 4 എണ്ണം ഞാൻ എടുത്തു, 4 എണ്ണം ഇവിടത്തേക്ക് എടുത്തു. പിന്നെ സത്യം ചെയ്തോ മറക്കല്ലേ? ഇവിടെ നോക്കട്ടെ. ഇതെന്ത് മിഠായിയാ? ഈ മിഠായി എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴമല്ലേ? ഈത്തപ്പഴം 100 വർഷം വരെ പഴക്കമുള്ള ഈത്തപ്പഴം മണ്ണിനടി കുഴിച്ചിട്ടിട്ട് അവരുണ്ടാക്കുന്ന സാധനം. ടേസ്റ്റ് എന്ന് പറഞ്ഞോണ്ടല്ലോ, നാവിൽ വെച്ച് അലിഞ്ഞു. അയ്യോ,
അടിച്ചൻ ശരിയാക്കളഞ്ഞ് ഞാൻ കൊതി കൊണ്ട് പറഞ്ഞു എന്ത് കൊതി കൊണ്ട്? തൊട്ട് നോക്കിയോ? അച്ഛനില്ലേ 450 ഷുഗർ ഉണ്ട്. ഇപ്പൊ ലാബിന്ന് വിളിച്ച് പറഞ്ഞോള് മിഠായി തിന്നാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ വന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പ്രതീക്ഷ പണ്ട് മറ്റേ ബഹ്റിൽ നിന്ന് ഒരു ലൈറ്റ് സെറ്റ് ചെയ്ത് വാങ്ങിച്ചില്ലേ, മറ്റേ കളർ അതവിടെ ഞങ്ങള് തൂക്കിട്ട് എനിക്ക് അതൊന്ന് കാണണം. എനിക്ക് കാരണം കാര്യം അതേ സെയിം സാധനം ഉണ്ടല്ലോ, ആ സാധനം എന്റെ വീട്ടിൽ തൂക്കാൻ വേണ്ടിട്ട്. അത് അടുക്കളയുടെ അപ്പുറത്തില്ലേ ഒരു എവിടെ? ഇവിടെ എവളെ സമ്മതത്തോടു കൂടി എനിക്കൊരു പൊതി തരൂല. ശരിയാ കടാ, ഇതെന്ന് പറയണ ഇതെല്ലാം തിന്ന് തീർത്ത് കളയും. വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് തിന്ന. ഇല്ല പിന്നെ എന്റെ അടുത്താ കളി. സംഭവം കൊള്ളാം. നമുക്ക് ആ വീട് വെക്കണ സമയത്ത് നമുക്ക് ആ ലൈറ്റ് അത് വെക്കണം. അതുകൊണ്ട് ആ ഒരു ആഗ്രഹം കൊണ്ട് പേരുതാമസം ഞങ്ങളെ വിളിക്കൂലേ? ഉറപ്പായിട്ടും നിങ്ങൾ ഞങ്ങൾ വരും, എല്ലാരും വരും. പ്രതീക്ഷയുടെ ലീവിന് വരുമ്പോഴേ ഞാൻ പുരതാമസം വെക്കും. ഞാൻ ബന്ധമുണ്ട്. അയ്യോ മുഴുവനും ഉറുമ്പ്. അയ്യോ ഇത് നോക്ക്, എന്തൊരു കഷ്ടമാണ് ദൈവമേ. അച്ഛൻ നോക്കച്ച മുഴുവനും കടിക്കണ ഉറുമ്പ് കയറിയേക്കണയിലോട്ട്. അടിക്കോ മക്കളെ ഇത്? കടിച്ചു പറിച്ചു ഇത് കണ്ടില്ലേ? അയ്യോ എന്തൊരു കഷ്ടം. ഇതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് അകത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേട്ടോ. പിള്ളേര് അച്ഛന്റെ മോന്റെ കൂട്ടുകാരൻ കണ്ട നാട്ടിൽ ഇതെല്ലാം ചുമന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ അച്ഛൻ എന്റെ കൂടെ അങ്ങോട്ട് വന്നെ എങ്ങനെ? അത് ശരിയാണ്. അവനോട് 2 വർത്താനം പറ. ഞാൻ സംസാരിക്കാം. പറയടാ മക്കളെ, എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? ഇവിടെ തന്നെ കയറി പോണോ? പറ. എന്തോ വയ്യേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെന്ത്? ഇല്ല, ഒരു കുഴപ്പമില്ല, പറഞ്ഞു. പ്രതീക്ഷയുടെ വീടൊക്കെ വെച്ച് നല്ല സെറ്റപ്പായല്ലേ? പിന്നെ ഇനിയിപ്പോ പ്രതീക്ഷയുടെ 2 വർഷം കഴിഞ്ഞ് ലീവിന് വരും. ഓ വച്ചടി കയറ്റണല്ലോ. വെച്ചടി കേറുന്നുണ്ട്. അത് വാക്ക് കയറി പോണോന്തോ ഇത്. അയ്യോ ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. മുട്ടുവേദന എന്തോന്ന് പറയാം, നടക്കാൻ എനിക്ക് ഓടാനും ചാടാനൊന്നും പറ്റൂല മക്കളെ. ഓപ്പറേഷൻ കഴിഞ്ഞതാ. നമുക്ക് അതൊക്കെ ശരിയാക്കാം. 5 എണ്ണം ചത്ത്. ആരുടെ എന്തായാലും നീ വന്നതല്ലേ, ചായ കുടിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി. ചായ ഇപ്പോഴാണ് കൊണ്ടുവരുന്നത്. ചായ കൊണ്ട് കൊടുത്തോളെ. ഞാൻ കൊടുക്കാച്ചാ. അതെ, ചായക്ക് എന്താ കടി വേണ്ടത്? ചായക്ക് ഇപ്പൊ ഞാൻ നാട്ടിലോട്ട് വന്നല്ലോ, വല്ല ബജിയോ അങ്ങനെ എന്തെങ്കിലും. നാടൻ കടികളൊക്കെ നാടൻ കടികൾ മതി. നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാനിപ്പോ വരാം. അച്ഛൻ എന്താ കടി വേണ്ടത്? എനിക്ക് കടി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇനി എന്തിനാണ് കടി? ഞാൻ എടുത്തിട്ട് വരാവേ. ഓ മക്കളെ, നിനക്കെങ്കിലും കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂ? പറഞ്ഞോ മാമൻ പറഞ്ഞോ. അപ്പൊ ഞാനൊന്ന് ഇതാ പറഞ്ഞ മാമ ഇവിടെ പോണോ? ഞാൻ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ. മനസ്സിലാവൂല. അത് ഡോക്ടർ പറഞ്ഞു മുട്ട് വയ്യാത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. മാമ പറ, മാമൻ എന്തോ? നീ എന്നെ എങ്ങനെയാണ് കാണുന്നത്? എന്റെ സ്വന്തം മാമനെ പോലെ അല്ലല്ല, പിന്നെ എന്റെ മരുമോൻ എന്നുള്ള രീതിയിൽ ഞാൻ മാമ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കും. സത്യമായിട്ട് നീ ഉള്ള കാര്യം പറയണം. ശരി. നമ്മളെ വീട്ടിലേക്ക് ഒരാൾ ഒരു സാധനം കൊണ്ടുവന്നു. നമ്മളതെടുത്ത് വേറൊരു സ്ഥലത്ത് വെച്ചു. നമ്മൾ വിളിക്കാതെ കുറച്ച് അതിഥികൾ അവിടേക്ക് വന്നു. നമ്മൾ ഗൾഫിലാണെങ്കിൽ എന്ത് ചെയ്യും? വെട്ടും. എങ്ങനെ വെട്ടും? ഇവിടെ നീ ഗൾഫ് വിട്. ഇവിടെ നമ്മളെ നാട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും? അത് പറ. വന്നു കയറിയ ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരാണോ? വലിയ വേണ്ടപ്പെട്ടവരല്ല. തെറ്റോടെ അങ്ങ് കത്തിച്ചാലോ? കത്തിക്കാനാ? പിന്നെ എന്നെ കൊല്ലാനാണോ വന്നത് നീ? മക്കളെ സമാധാനം പറ. തെറ്റാടിക്ക് അടിച്ചിട്ടാലോ? ഓടാ പട്ടി, ഇവ എന്നെ കൊല്ലാൻ വേണ്ടിട്ട് വന്ന ദൈവം. എടാ എനിക്കൊരു പിന്നെ പ്രതീക്ഷ അവിടെ നാട്ടിലെ സുഖങ്ങളൊക്കെ തന്നെ. പ്രതീക്ഷ അവിടെ ഓക്കെയാണോ? നീ ഓക്കെയാണോ? മാമ എനിക്ക് കണ്ടിട്ട് പേടിയാവണം. എനിക്ക് പേടിയല്ല. എനിക്ക് അയ്യോ നീ എന്നെ മനഃപൂർവ്വം എടി ഇവ എനിക്ക് ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞോണ്ട് വന്നതാ. അല്ലെങ്കിൽ പിന്നെ ഈ ഗിഫ്റ്റ് കൊണ്ട് പോകാൻ വരുമോ? നീ എന്താണ് അവിടെ വന്നത്? ഞാൻ ഇനി പറയാമൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ടുപേരും കേൾക്കണം. നീയും കേൾക്കണം. എനിക്കൊന്ന് ബാത്റൂമിൽ പോണം. അയ്യോ മെഡിക്കൽ മിറാക്കിൾ എന്നൊക്കെ കേട്ടുള്ളൂ. മുട്ടിന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന മറ്റേ ബോഡി ഓട്ടം കണ്ട സത്യം. അയ്യോ അവിടുത്തെ ബാത്റൂമിൽ വെള്ളമില്ല, പുറത്തു പോവാ. പ്രജീഷേട്ടാ, സർപ്രൈസ് ആയിട്ട് ഞാൻ വീട്ടിൽ വന്ന് സർപ്രൈസ് ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു സർപ്രൈസ് അങ്ങോട്ടുണ്ട്. മുട്ടിന് ഓപ്പറേഷൻ പറഞ്ഞാൽ നിങ്ങൾ അച്ഛൻ തേരാപ്പാര കിടന്ന് ഓടണം ഇവിടെ. ഓ അയ്യോ അതാ പറയുന്നുണ്ട്. നിങ്ങൾ അച്ഛൻ പറഞ്ഞ ഞാൻ വിളിക്കാൻ കേട്ടോ. അയ്യോ കുറച്ച് പഞ്ചസാര 100 കിലോമീറ്റർ സ്പീഡിൽ 100 കിലോമീറ്റർ ഞാൻ ഓടി. ഷുഗർ ലോ ആയി. പഞ്ചാലതാടാ. നല്ല കയ്യടി, നല്ല സ്കിറ്റായിരുന്നു ഇവർക്ക് 3 പേർക്കും. കമി അപ്പിയറൻസ് നടത്തിയ ഒരു കൂട്ട് ഉറുമ്പുകൾക്ക് സ്പെഷ്യൽ കയ്യടി. നസീർക്ക കുഴപ്പമില്ലായിരുന്നു. തമാശയുടെ ഒരു കുറവുണ്ടായിരുന്നു ഇല്ലേ? കുറവുണ്ട്.
തമാശയുടെ കുറവുണ്ട്. പിന്നെ ആ ഉറുമ്പ് കടിക്കുന്ന ആ ഒരു പോഷൻ വന്നപ്പോഴാണ് പിന്നെ അവൻ്റെ ആ വെപ്രാളങ്ങൾ, സജിയുടെ ആ ഒരു വെപ്രാളോ ഇതിൻ്റെ അകത്ത് നിന്ന് കടിക്കുന്നതിൻ്റെ ആ ഏരിയയിലൊക്കെ നല്ല ചിരിക്കാനുള്ള ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും എന്താ ഒരു ബലക്കുറവ് പോലെ ഫീൽ ചെയ്തു. പിന്നെ വലിയ സാധനമല്ല, ഒരു ചെറിയൊരു സ്മോൾ ഐറ്റം കൊണ്ടുവന്ന് നിങ്ങൾ കളിച്ച് ഒപ്പിച്ച് വെച്ച് പോവുക എന്നൊരു ഫീലും തോന്നി. അത് പക്ഷെ 3 പേരും നല്ല തകർത്ത് ആ ഉള്ളത് അഭിനയിച്ചു, അത് പറയാതിരിക്കാൻ പറ്റുകയില്ല. 3 പേരും നല്ല വൃത്തിയായിട്ട് അഭിനയിച്ചു ആ സാധനങ്ങളുള്ളത്. പക്ഷെ തമാശയുടെ കുറവ് വന്നപ്പോഴാണ് സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം അല്ലേ? അടുത്ത പ്രാവശ്യം പിടിക്കാം അല്ലേ സജി? സജി ആ ഉറുമ്പിന്റെ കടിയുടെ ക്ഷീണത്തിൽ നിന്ന് മാറിയിട്ടില്ല. പിടിക്കണമല്ലോ, പിടിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നിങ്ങൾ പെർഫോമൻസ് നല്ല രസമായിട്ട് കണ്ടിരിക്കുന്ന പെർഫോമൻസ് നിങ്ങൾ അസാധ്യമായിട്ട് ചെയ്തു കേട്ടോ. എന്താണ് നിങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റുന്നത്? പക്ഷേ നമുക്കിതിനകത്ത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ പോലെ, നസറുക്ക പറഞ്ഞ പോലെ, നമ്മൾ ഒരു കാര്യമില്ലാതെ പുകഴ്ത്തിയിട്ടും കാര്യമില്ല. കാരണം എന്താണെന്നുള്ളത് സജിക്കും വ്യക്തമായിട്ട് അറിയാം, ശ്രീജുവിനും വ്യക്തമായിട്ട് അറിയാം, ദീപ്തിക്കും വ്യക്തമായിട്ട് അറിയാം. കാര്യം ഇതിനകത്ത് ഉറുമ്പിൻ്റെ മാറ്ററാണ്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്, പല രീതിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കണ്ടിട്ടുണ്ടെങ്കിലും ആ കണ്ട സാധനത്തിന് നിങ്ങൾ മേടിച്ചൊരു ചിരി എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളുടെ പെർഫോമൻസ് ബേസിലാണ്. സത്യസന്ധമായിട്ട് പറയാം. കാര്യം അത് നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നിങ്ങൾ അസാധ്യമായിട്ട് ആ ഒരു വലയം നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തു. കാരണം നിങ്ങൾ അത് കണക്ട് ചെയ്ത് ശ്രീജി ചോദിക്കുന്നതിനൊക്കെ ആൻസറൊക്കെ പറഞ്ഞു, പിന്നെ ആ സെറ്റിൽ പോയിരുന്നു, അവിടുന്ന് ഒരു ഓട്ടവും, പിന്നെ ബാത്റൂമിൽ പോയിട്ട് അവിടുന്ന് ഓടി, അവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞ് ഓടുന്നു. കാര്യം ആ ഒരു കുറേ സാധനം, ആ ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ ചിരി, അത് ഒരു ആർട്ടിസ്റ്റ് ബേസിൽ നിങ്ങൾ ചെയ്ത ഒരു ഉഗ്രൻ സാധനമാണ് കേട്ടോ. അത് നിങ്ങളെ 100% നമിച്ചിരിക്കുന്നു. ബാക്കി നിങ്ങൾ വരുന്നു പിന്നെ ചില കൗണ്ടറുകൾ കൊള്ളാം, പക്ഷേ ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇനി അടുത്തതിൽ ഇതിൽ നന്നാക്കണം. 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സജി, ശ്രീജു, ദീപ്തി, ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഉറുമ്പ് തുടങ്ങിയിട്ടാണ് നമുക്ക് ഉറുമ്പ് തുടങ്ങിയിട്ട് ഭയങ്കര ചിരി, എനിക്ക് ഭയങ്കര ചിരി വന്നിട്ടാ. കാരണം ഇതൊക്കെ നേരത്തെ ഒരു ഉറുമ്പ് കയറുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കളിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനകത്തൊന്നും ആ ഒരു സാധനങ്ങളൊന്നും വന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രസമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഊർന്നിറങ്ങണൊക്കെ ഇല്ലേ, അത് ഭയങ്കര രസമാണ്. അതിക്ക് മുന്നേ ഇതേപോലത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ചെറിയ സാധനമാണെങ്കിലും ഗംഭീര സാധനമായേനെ. അപ്പം എല്ലാ ദിവസവും നമ്മുടെ സമയമല്ല, എല്ലാ ദിവസവും നമ്മുടെ ദിവസമല്ല എന്ന് മാത്രം കരുതിയാൽ മതി. കാരണം കിട്ടുന്ന ആർട്ടിസ്റ്റുകളാണല്ലോ നിങ്ങൾ. അടുത്ത പ്രാവശ്യം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിലും വലിയ ഹെവി സാധനങ്ങൾ പൊക്കിക്കൊണ്ടും നല്ല ബിൽഡപ്പ് ചെയ്തിട്ട് നല്ല 100 എത്തിക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പം ഇന്നത്തെ ദിവസം നമ്മളല്ല എന്ന് കരുതിയാൽ മതി. നാളെ വരുമ്പോൾ, അടുത്ത പ്രോഗ്രാം വരുമ്പോൾ ഗംഭീരമാക്കുക. അത് നിങ്ങൾ എന്തായാലും ചെയ്യും എന്നറിയാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ ഇതിന്റെ മാർക്സ് ആരാണ് ആദ്യം തരുന്നത്? ഞാനൊരു 6000 രൂപ. 6000 രൂപ. ഞാനും ഒട്ടും കുറക്കുന്നില്ല. 6000 രൂപ. 12000 രൂപ പ്രജുദേട്ട അയച്ചോ. ബാക്കി ഓക്കെ, ഇതാ പിടിച്ചോ. ടോട്ടൽ എമൗണ്ട് 25,000 രൂപ. നമുക്കൊരു ഉഷാർ ഐറ്റം വേണം അടുത്തതില്. ഓക്കെ ചേട്ടാ, വേണം. ഓക്കെ, അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. എന്നാ പിന്നെ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഗുഡ് നൈറ്റ്.